ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന വിഷയം ഏകാഗ്രമായി നമ്മുടെ ഹൃദയത്തിൽ പതിയുന്നതിന് അത് നമ്മൾ തുടർച്ചയായിട്ട് പഠിക്കേണ്ടത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരുമിച്ചത് പഠിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമാഗമ കൂടാരം നിർമ്മിച്ചതിനെ പറ്റിയാണ്. ആ ഭാഗം നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ഒരു വ്യക്തത വരുത്തിയിട്ട് ഞാൻ സമാഗമ കൂടാരത്തെ വിശദീകരിക്കുകയാണ്. നമ്മൾ 25-ാമത്തെ അധ്യായത്തിലായിരുന്നു. നമ്മൾ ഇന്ന് 25-ാം അധ്യായം പറയും, 26-ാം അധ്യായം പറയും, 27-ാം അധ്യായം പറയും, പിന്നീട് 31-ാം അധ്യായം പറയും, 30-ാം അധ്യായം പറയും, പിന്നീട് നമ്മൾ 35-ാം അധ്യായം, 36-ാം അധ്യായം, 37-ാം അധ്യായം, 38-ാം അധ്യായം, 39-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ഇന്ന് പുറപ്പാട് പുസ്തകം വളരെ ചുരുക്കം അധ്യായങ്ങൾ മാത്രം ഇടയ്ക്കും നമ്മൾ വിടും. 32-ാം അധ്യായം നമ്മൾ വിടും. അപ്പോൾ ബാക്കിയുള്ള മേജർ പോർഷൻസ് എല്ലാം ഇന്ന് തീരും. നിങ്ങൾ വിചാരിക്കരുത് ഞാനൊരു ഉഴപ്പനായതുകൊണ്ട് ഞാനിത് ഓടിച്ചു വിടുകയാണ്. അങ്ങനെയല്ല, മറിച്ച് 25, 26, 27, 28 അധ്യായങ്ങളിൽ പറയുന്നത് തന്നെയാണ് പിന്നീട് 33, 34, 35, 36 അധ്യായങ്ങളിൽ പറയുന്നത്. ആദ്യം ഉണ്ടാക്കാൻ പറയുന്നു, രണ്ടാമത് ഉണ്ടാക്കി എന്ന് പറയുന്നു. വിശദാംശങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ്. അളവ്, നീളം, വീതി എല്ലാം ഒരേപോലെ തന്നെയാണ്. ആദ്യത്തെ ഭാഗത്ത് ഇത് നിർമ്മിക്കണം എന്ന് പറയുന്നു, രണ്ടാം ഭാഗത്ത് അത് നിർമ്മിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, രണ്ടും ഒരുപോലാണ്. അപ്പൊ അതുകൊണ്ട് റെപ്പറ്റീഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെല്ലാം ഒരുമിച്ചങ്ങ് എടുക്കുകയാണ്. മാത്രമല്ല, ഇങ്ങനെ ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന ആ രീതി അനുസരിച്ച് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അതിനെയെല്ലാം കാച്ചി കുറുക്കി ഒരൊറ്റ ഗുളിക പരുവത്തിലാക്കി തരാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനാണ് ഈ സാധനങ്ങളെല്ലാം കൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ, എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ബൈബിൾ നിങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ ഞാനും ബൈബിൾ പഠിച്ചു വരികയാണ്. അങ്ങനെ ബൈബിൾ പഠിച്ചു വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം കിട്ടിയ ഒരു ഭാഗം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഈ കാര്യം ഒന്ന് കിട്ടിയാൽ പിന്നീട് നമുക്ക് ഒത്തിരി കാര്യങ്ങളിൽ വ്യക്തത കിട്ടും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ഭാഗം വായിക്കാതെ വിടാൻ നമ്മുടെ മനസ്സിൽ തോന്നിയത്. നമ്മളത് വായിച്ചില്ല. കൂടാര നിർമ്മാണത്തിന്റെ അളവ്, അതിനുപയോഗിച്ച മെറ്റീരിയൽ, അതിൻ്റെ ദിശ, അതിനകത്തുള്ള സാധനങ്ങൾ, ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ വായിക്കാതെ വിട്ടു. ഞാൻ വിചാരിക്കണം, ദൈവമേ എന്തോ ഒരു നഷ്ടമായി പോയി. ഇപ്പൊ ഇത് വായിച്ച് പഠിപ്പിക്കേണ്ടത് കൊണ്ടാണ് ഞാനും വായിച്ചത്, അല്ല ഞാനും ഓടിച്ചു വിടത്തേ ഉള്ളായിരുന്നു. അപ്പൊ അത് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഭയങ്കര വ്യക്തത വരും. അതുകൊണ്ട് നിങ്ങളിത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇതിന്റെ ഒരു ആമുഖം ഇതാണ്. സമാഗമ കൂടാരം ദൈവം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. എന്തിനായിരുന്നു സമാഗമ കൂടാരം? ഒന്നാമത്തെ ചോദ്യം അതാണ്. സമാഗമ കൂടാരം ദൈവത്തിന് തൻ്റെ ജനങ്ങളുടെ മധ്യേ ഇറങ്ങി വരാൻ ഒരു സ്ഥലം. അപ്പൊ ദൈവത്തിന് അതിനെ പറഞ്ഞിരുന്നത് മീറ്റിംഗ് പ്ലേസ് എന്നാണ്. മീറ്റിംഗ് പ്ലേസ്, ദൈവം തൻ്റെ മക്കളെ മീറ്റ് ചെയ്യുന്ന സ്ഥലം, ദൈവം തൻ്റെ മക്കളെ കണ്ടുമുട്ടുന്ന സ്ഥലം, ദൈവം തൻ്റെ മക്കളെ നേരിട്ട് കണ്ട, ദൈവം തൻ്റെ മക്കളോട് സംസാരിച്ച സ്ഥലം, അതായിരുന്നു സമാഗമ കൂടാരം. ഈ സമാഗമ കൂടാരത്തിന് പിന്നീട് നമ്മൾ പുതിയ നിയമത്തിന്റെ കണ്ണിലൂടെ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിന് 3 അർത്ഥമുണ്ട്. ഒന്ന്, ഈ സമാഗമ കൂടാരം യേശു ക്രിസ്തുവാണ്.
യേശു ക്രിസ്തുവാണ്. അതെല്ലാം നമ്മൾ പിന്നീട് മനസ്സിലാക്കും. 2, ഈ സമാഗമ കൂടാരം സഭയാണ്. 3, ഈ സമാഗമ കൂടാരം ഒരു മനുഷ്യാത്മാവാണ്. ഈ 3 ഭാവത്തിലും നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. ഇപ്പോഴ് ഇത് ക്രിസ്തുവാണ്. ഉദാഹരണത്തിന് യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ദൈവം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. മലയാളത്തിൽ നമ്മൾ വായിക്കുന്ന അങ്ങനെയാണ്, ദൈവം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് ദൈവം വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ്. ടാബർനക്കിൾ, കൂടാരമടിച്ചു എന്ന് പറഞ്ഞാൽ സമാഗമ കൂടാരം ഒരു മനുഷ്യരൂപത്തിൽ അവതരിച്ചു എന്നാണ്. ശരിക്കും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നതിന്റെ ശരിക്കുള്ള അർത്ഥം വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു, അല്ലെങ്കിൽ സമാഗമ കൂടാരം നമ്മുടെ ഇടയിൽ മനുഷ്യനായിട്ട് വന്നു. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് തന്റെ ജനത്തെ കണ്ടുമുട്ടിയ സ്ഥലമാണിത്. അപ്പോൾ ഈ സമാഗമ കൂടാരം നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇതിന് നല്ല ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ശരിക്കും ചങ്ക് പറഞ്ഞാലേ പറഞ്ഞു തരാൻ പറ്റൂ. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. തെക്കും വടക്കും ഒന്നും നോക്കരുത്. നിങ്ങൾ ബൈബിളിൽ നോക്കാൻ ഞാൻ പറയുമ്പോൾ മാത്രം നോക്കിയാൽ മതി. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അത് എന്താണെന്ന് വിശദമായിട്ട് മനസ്സിലാക്കി ഓരോ ഭാഗങ്ങളും. അതായത് ഇന്നിപ്പോ 12 മണി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് സമാഗമ കൂടാരം പച്ചവെള്ളം പോലെ മനസ്സിലാവണം. അതിനകത്ത് എന്ത് ചോദിച്ചാലും അപ്പം നിങ്ങൾ പറയാൻ റെഡി ആയിരിക്കണം. അങ്ങനെ നമുക്കത് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ പിന്നീട് ബാക്കി കാര്യം ദൈവം നമുക്ക് ഓരോ ഘട്ടത്തിലും വെളിപ്പെടുത്തി തരും. ഓരോന്ന് എന്താണെന്ന് വെളിപ്പെടുത്തി തരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് കർത്താവിന്റെ മുമ്പിൽ വലിയ വലിയ താല്പര്യത്തോടെ സ്നേഹത്തോടെ നിങ്ങളായിരിക്കണം. 25, 26, 27 അധ്യായങ്ങൾ നമ്മളെല്ലാം, ഇനി അധ്യായം ഒന്നും നോക്കാൻ പറ്റില്ല. ഇനി ഇതിനകത്ത് പറയുന്ന എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ പറയാൻ പോവാണ്. ഇനി മുന്നോട്ടുള്ള അധ്യായങ്ങൾ, ഇല്ലെങ്കിൽ ഇനി നമ്മൾ ഓരോന്നോരോന്ന് എടുത്തു പോയാൽ ഇത് ഭയങ്കര ബോറായി പോകും. അതുകൊണ്ടാണ് ഇനി പറയാൻ പോകും. നിങ്ങൾ വായിക്കുമ്പോൾ ഇനി നല്ല വ്യക്തത കിട്ടും. ഇനി ഇത് വായിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഇഷ്ടം വരും വായിക്കാൻ. അതായത് സാക്ഷ്യപേടകം, അത് വായിക്കാൻ നമുക്കൊരു ഇഷ്ടം വരും. കാരണം നമ്മുടെ മനസ്സിൽ നല്ല ക്ലാരിറ്റി കിടക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സമാഗമ കൂടാരത്തിൻ്റെ അത് എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഒരു ഐഡിയ, അതിൻ്റെ ഒരു വിഷ്വൽ പിക്ചർ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു 2-3 മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ടെലിവിഷനിലേക്ക് നോക്കിക്കൊള്ളുക. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തത കിട്ടും. ഈ ഔട്ടർ വേലി കണ്ടോ? അപ്പോൾ ഇത് ശ്രദ്ധിച്ചോളൂ. ഇത് നമ്മൾ പിന്നീട് വിശദീകരിക്കാം. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. കുറച്ച് ഭാഗം കാണാൻ പറ്റുന്നല്ലോ. മുൻവശത്ത് ഒരു കർട്ടൻ പോലെ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു റെഡ്, ബ്ലാക്ക്, വൈറ്റ് ഒക്കെ ചേർന്ന ഒരു തിരശീല പോലെ. അതാണ് അതിൻ്റെ വാതിൽ. പിന്നീട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബലിപീഠമുണ്ട്, ഒരു ക്ഷാളനപാത്രമുണ്ട്. ഇതിനകത്ത് 1, 2, 3, 4, 5 തൂൺ, സ്വർണ്ണ കളറിലുള്ള 5 തൂൺ കണ്ടോ? അതിനോട് ആ സ്ട്രക്ചറാണ് ശരിക്കുള്ള സമാഗമ കൂടാരം. ശരിക്കുള്ള സമാഗമ കൂടാരം എന്ന് പറയുന്നത് അതിനകത്തുള്ള സ്ട്രക്ചറാണ്. ഏതാണ്? ഈ ഒരു പാത്രം കൈ കഴുകാൻ വെച്ചിരിക്കുന്ന ബേസിൻ പോലൊരു പാത്രം കണ്ടോ? അതിനപ്പുറത്ത് ഉള്ള അതാണ് ശരിക്കുള്ള ടാബർനക്കിൾ. ഇനി പുറത്തെന്താണ് ഈ വേലി കെട്ടിയിരിക്കുന്നത്? ഇതാണ് ശരിക്കും ഇതിനുള്ള പുറത്തെ മുറ്റം എന്ന് പറയുന്നത്. ഈ സമാഗമ കൂടാരത്തിന്റെ ചുറ്റും കെട്ടിയിരിക്കുന്ന ആ വേലിക്കകത്ത് നിൽക്കുന്ന അത്രയും സ്ഥലം. അപ്പൊ ഇതൊന്ന് മനസ്സിൽ പതിച്ചു വെച്ചിരിക്കുക. ഇനി കണ്ടോളുക. 150 അടി നീളം, 75 അടി വീതി, 7.5 അടി ഉയരം. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. 150 അടി നീളം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഹോള്. മനസ്സിലായല്ലോ? വേലി കെട്ടിയിരിക്കുകയാണ്, മുകളിൽ ഈ റൂഫൊന്നുമില്ല. 150 അടി നീളം, 75 അടി വീതി, 7.5 അടി ഉയരം. ഞാൻ 6 അടിയാണ്. 7.5 അടി ഉയരം. ഇതാണ് ഈ ഔട്ടർ സ്ട്രക്ചറിന്റെ ഡയമെൻഷൻസ്. പിടികിട്ടിയോ? ബൈബിള് നിങ്ങൾ വായിക്കുമ്പോൾ ബൈബിളിൽ പറയുന്നത് 20 മുഴം, 50 മുഴം. മുഴം എന്താണ്? ക്യൂബിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ
ഒരു മനുഷ്യൻ്റെ ഈ കൈമുട്ട് മുതൽ ഈ ഫിംഗർ ടിപ്പ് വരെയുള്ള ആ അളവിനെയാണ് ഈ മുഴം എന്ന് പറയുന്നത്. മുഴം അത് 18 ഇഞ്ചാണ് സ്റ്റാൻഡേർഡ് അതിൻ്റെ അളവ്, 18 ഇഞ്ച്. അതാണ് നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ മുഴം എന്നാണ് വായിക്കുന്നത്. മുഴം. ഈ മുഴം എന്താന്ന് വിചാരിച്ച് മുഴയാണെന്ന് വിചാരിച്ചിരിക്കരുത്, മുഴയൊന്നും അല്ല. അത് ഇതാണ്, ഈ 18 ഇഞ്ച് ആണ്. അപ്പോൾ നമ്മളതിനെ അടി, ഫീറ്റ് ആക്കി മാറ്റുകയാണ്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ നീളം എത്രയാണ്? അപ്പോൾ സമാഗമ കൂടാരത്തിൻ്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചറിൻ്റെ നീളം എത്രയാണ്? പറഞ്ഞോ, ഇത് പഠിച്ചേ പറ്റൂ. 150 അടി, 150 അടി നീളം, വീതി 75 അടി വീതി, ഉയരം 7.5 അടി ഉയരം. അപ്പൊ ഇതാണ് മൊത്തത്തിലുള്ള സ്ട്രക്ചറിന്റെ നീളം, വീതി, ഉയരം. പിടികിട്ടിയല്ലോ? ഓക്കെ. ഇനി നോക്കൂ, ഇതിനകത്ത് ഈ തൂണുകൾ നിങ്ങൾക്ക് കാണാം അല്ലേ? ഈ പുറത്തെ ഇപ്പൊ ഇത് നോക്കി, ഇതിനകത്തോട്ട് നോക്കിയേ, തൂണ് പോലെ നിൽക്കുന്നില്ലേ, പില്ലറ് പോലെ നിൽക്കുന്നില്ലേ? അങ്ങനെ പില്ലറ് പോലെ 60 തൂണുകളുണ്ട്. 60 തൂണുകൾ കൊണ്ടാണ് ഇത് മുഴുവൻ, ഈ 150 അടി നീളം 75 അടി വീതിയുള്ള ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെയുള്ള 60 പില്ലറുകൾ കൊണ്ടാണ്. ഇതിൻ്റെ എല്ലാം കണക്കും അളവും അതെങ്ങനെ ഉണ്ടാക്കണം അതൊക്കെയാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെളിയിലേക്ക് ഒരു കയറ് കെട്ടി ഒരു കുറ്റിയിൽ ഉറപ്പിച്ചിട്ടുണ്ട്, അകത്തേക്കും ഒരു കയറ് കെട്ടി ഒരു കുറ്റിയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ 2 ഭാഗത്തു നിന്ന് ഇതിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് കാറ്റടിച്ചാലൊന്നും മറിഞ്ഞു വീഴില്ല. ഇത് കണ്ടോ, വെളിയിലേക്ക് കയറ് കെട്ടി അതിനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്, അകത്തേക്കും ഉണ്ട്. ഇനി അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അകത്തേക്കും ആ കയറ് കെട്ടി കുറ്റിയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൊളുത്ത് സിൽവർ, അതായത് വെള്ളി കൊണ്ടുള്ളതായിരിക്കണം. അതിൻ്റെ എല്ലാം കൃത്യമായിട്ട് നിർദ്ദേശം, എല്ലാത്തിനും കൃത്യമായ നിർദ്ദേശം കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മകുടം വെള്ളി കൊണ്ടായിരിക്കണം, താഴെ ഓട് കൊണ്ടായിരിക്കണം, കരുവേല മരം കൊണ്ട് നിർമ്മിക്കണം. ഈ ഡീറ്റെയിൽസ് എല്ലാം അവിടെയുണ്ട്, നമ്മൾ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇത് അതിൻ്റെ എൻട്രൻസ് ആണ് ഇപ്പോൾ കാണുന്നത്, വാതിലാണ്. ഈ സമാഗമ കൂടാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ. എത്ര വാതിലുണ്ട്? ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കും, ഇങ്ങോട്ട് നോക്കിയേ. അതായത് 150 അടി നീളം, 75 അടി വീതി, 7.5 അടി ഉയരം, 7.5 അടി ഉയരം. അപ്പൊ അതിന് വേറെ ഒരു വശത്തൂടെയും നിങ്ങൾക്ക് ചാടി കയറാൻ പറ്റില്ല. നല്ല പൊക്കമാണ് ഈ മതിലിന്, ചാടി കയറാൻ പറ്റില്ല. ഇനി ഇതിനടിയിലൂടെ പട്ടി കയറുന്ന പോലെ കയറി പനം പറ്റില്ല, അങ്ങനെയും പറ്റില്ല. അത് കൃത്യമായിട്ട് അതുപോലെ ലോക്ക് ചെയ്തിരിക്കുന്നത് പോലെ തന്നെയാണ്, വളരെ കൃത്യമായിട്ട് ഒരു പഴുതാര പോലും കയറാൻ പറ്റാത്ത വിധത്തിൽ അതിനെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ചാടിക്കിടക്കാൻ പറ്റില്ല, ചാടിക്കിടക്കാൻ പറ്റണമെന്നില്ല, ചാടിക്കിടക്കാൻ പറ്റില്ല. അടിയിൽ കൂടെ കുനിഞ്ഞു കയറാനും പറ്റില്ല. ആകെ കൂടി കയറാൻ ഒറ്റ വാതിലേ ഉള്ളൂ, അതാണ് ഈ വാതിൽ. ഈ വാതിലിന്റെ പ്രത്യേകത, ഇതിന് ലോക്കില്ല, അടച്ചിട്ടിരിക്കും, പക്ഷേ അതിന് പൂട്ടില്ല. രാത്രിയും പകലും ആർക്ക് വേണമെങ്കിലും ഈ വാതിൽ വഴി അകത്ത് കയറാം. പൂട്ടില്ല എന്ന് പറഞ്ഞ് തുറന്നു കിടക്കുകയല്ല. ഇതൊക്കെ ശ്രദ്ധിച്ചോണം. പൂട്ടിയിട്ടില്ല എന്ന് വെച്ച് തുറന്നിട്ടിരിക്കുകയല്ല. ഒരാൾ മനസ്സ് വെച്ചാൽ ആ വ്യക്തിക്ക് ഇതിനകത്തേക്ക് എപ്പോൾ വേണേലും കയറാം. രാത്രി കയറാം, രാവിലെ കയറാം, ഉച്ചയ്ക്ക് കയറാം, വൈകിട്ട് കയറാം, പാതിരാത്രി കയറാം, വെളുപ്പിനെ കയറാം, എപ്പോൾ വേണമെങ്കിലും കയറാം. പക്ഷെ അങ്ങനെ അങ്ങ് കയറാനും പറ്റില്ല, മനസ്സ് വെച്ചാലേ കയറാൻ പറ്റൂ. ഇനി ഈശോ പറഞ്ഞ് ശ്രദ്ധിക്കുക, ഞാനാണ് വാതിൽ. ഈ വാതിൽ യേശുവാണ്, എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിൽ, ആർക്കും ഏത് സമയത്തും കയറാൻ പറ്റുന്ന ഒരു വാതിൽ എന്ന് പറഞ്ഞ് അത് മലർക്കെ തുറന്നിട്ടിട്ടില്ല. നീ മനസ്സ് വെച്ചാൽ നിനക്ക് ഈ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കാൻ പറ്റും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ വാതിൽ, ഇനി ശ്രദ്ധിക്കുക, ഓരോന്ന് കാണുമ്പോൾ ഞാൻ പറയാം. ഇനി ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, വെള്ള തുണി കെട്ടിയിട്ടിരിക്കുന്ന കണ്ടോ? ഇതിന്റെ ചുറ്റുവട്ടം കെട്ടിയിട്ടിരിക്കുന്ന ആ തുണി കൊണ്ട് മറച്ചിട്ടുണ്ട്. ഈ തൂണുകൾ തുണി കൊണ്ട് മറച്ചിട്ടുണ്ട്. ആ മറച്ചിട്ടുള്ള തുണി വെള്ള തുണിയാണ്, വൈറ്റ് ലിനൻ. അതിന്റെ അർത്ഥം പറയുന്നത് ഇങ്ങനെയാണ്, ഇതിന് വെളിയിലുള്ളത് അശുദ്ധം, ഇതിനകത്തുള്ളത് ശുദ്ധം. ഈ വേർതിരിവാണത്. വിശ്വാസി പാലിക്കേണ്ട ഒരു വേർതിരിവാണിത്. ഒരു വേർതിരിവ്, ശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള വേർതിരിവ്.
നല്ലതും ചീത്തയും തമ്മിലുള്ള വേർതിരിവ്, ദൈവികമായതും പൈശാചികമായതും തമ്മിലുള്ള വേർതിരിവ്. അതുകൊണ്ടാണ് ആ വെള്ള തുണി എന്നാണ് പറയുന്നത്. അകത്തേക്ക് കയറ് കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട്, വെളിയിലേക്ക് കയറ് കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് ചാടിക്കടക്കാൻ പറ്റില്ല. ഇനി എന്നെ ശ്രദ്ധിച്ചേ, ഇനി ഈ വാതിൽ വഴി നമ്മൾ അകത്തേക്ക് കയറിയാൽ ആദ്യം നമ്മൾ കാണുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഒരു വലിയ പെട്ടി പോലെ, ഒരു പത്തായം പോലെ സാധനം കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ പേരാണ് ബലിപീഠം. അപ്പോൾ ബലിപീഠം എന്ന് ഞാൻ 1000 തവണ തൊണ്ട പൊട്ടി പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഈ രൂപം വരുമോ? വരില്ല. നിങ്ങൾ ഇതുപോലെ സ്ട്രക്ചറെ കാണാൻ സാധ്യതയുണ്ട്. ഇതായിരുന്നു ബലിപീഠം. ഇനി ശ്രദ്ധിച്ചു, ഈ ബലിപീഠത്തെ ശ്രദ്ധിച്ചു. വിശദീകരിക്കാൻ ഞാൻ, ഇതാണ് ബലിപീഠം. കരുവേല മരം കൊണ്ടുണ്ടാക്കിയ ബലിപീഠം, ഓട് പൊതിഞ്ഞ്, തീ പിടിച്ചാലും മരം കത്തിപ്പോവാത്ത വിധത്തിൽ ഓട് കൊണ്ട് പൊതിഞ്ഞ്, അതിനകത്തേക്ക് ഒരു അഴി ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ എന്തിനാന്ന് ഞാൻ പറയാം. അപ്പൊ ആദ്യം നമ്മൾ കാണുന്ന സമാഗമ കൂടാരത്തിനകത്തേക്ക് നിങ്ങൾ യേശുവാകുന്ന വാതിൽ വഴി പ്രവേശിച്ചാൽ ആദ്യം നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നത് ഒരു ബലിപീഠമാണ്. ബലിപീഠം, ആ ബലിപീഠം, അതിൻ്റെ അർത്ഥം, വ്യാഖ്യാനം പിന്നീട് നമ്മൾ പറയും. ഇനി അത് കഴിഞ്ഞാൽ നിങ്ങളൊരു ബേസിനിരിക്കുന്ന കണ്ടോ? അതിൻ്റെ പേരാണ് ക്ഷാളനപാത്രം. ക്ഷാളനപാത്രത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ 17 മുതൽ 21 വരെ എടുക്കാം നമുക്കത് പിന്നീട്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 17 മുതൽ 21 വരെ ക്ഷാളനപാത്രം അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് കാണുന്നത്. അപ്പോ എന്നെ നോക്കി, ശരിക്കുള്ള സമാഗമ കൂടാരം, അതിൻ്റെ വേലികെട്ട് തിരിച്ച് അതിൻ്റെ ആ മുറ്റം, ആ മുറ്റത്ത് ആദ്യം നമ്മൾ കാണുന്നത് ഒരു ബലിപീഠം. ബലിപീഠം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് ഒരു ക്ഷാളനപാത്രം. ഇത്രയും പിടി കിട്ടിയോ? വാതിൽ, അത് കഴിഞ്ഞ് എന്താണ് പറഞ്ഞു? ഉറക്കെ പറയണം. ബലിപീഠം, ക്ഷാളനപാത്രം. ക്ഷാളനപാത്രം, ഇത്രയും പിടി കിട്ടി. അപ്പൊ മുറ്റം കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്തൊരു സ്ട്രക്ചർ ഉണ്ട്, കാണുന്നുണ്ടോ? ഈ മുകളിൽ ഒരു ടാർപ്പ പോലെ സാധനം വിരിച്ചേക്കുന്ന കണ്ടോ? ഇത് ശരിക്കും ഒരു വിരിയല്ല, ഇത് 4 വിരിയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ കറുത്ത വിരി ഏറ്റവും മുകളിലത്തെ വിരിയാണ്. അതിന് താഴെ വേറൊരു വിരിയുണ്ട്, അതിന് താഴെ വേറൊരു വിരിയുണ്ട്, അതിന് താഴെ വേറൊരു വിരിയുണ്ട്. ഏറ്റവും അടിയിലുള്ള വിരിയിൽ മാലാഖമാരുടെ രൂപം വരച്ചു വെച്ചിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിലുള്ള വിരി നല്ല വെള്ള വിരിയാണ്. പിന്നെ ഒരു പേർപ്പിൾ വിരി, പിന്നീട് ഈ അത്ര നല്ലതല്ലാത്ത ഈ കളർ, അത് ഏറ്റവും പുറത്ത്. ഇതാണ് ശരിക്കുള്ള സമാഗമ കൂടാരത്തിൻ്റെ മേളിൽ അതിനെ മറച്ചുകൊണ്ട് അതിൻ്റെ റൂഫിംഗ് ആയിട്ട് വിരിച്ചിരിക്കുന്ന വിരി. പുറപ്പാട് പുസ്തകം 27:9 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഇത് ഈ കൂടാര അങ്കണത്തെക്കുറിച്ച് വിവരിക്കുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇത് മരുഭൂമിയിൽ വെച്ച് അവരുണ്ടാക്കി, ഒരു സ്ഥലത്തുണ്ടാക്കി വെച്ചിരിക്കുകയല്ല. ഇവരെവിടെ പാളയം അടിച്ചാലും അവിടെ അവരിത് നിർമ്മിക്കും. അപ്പൊ ഇതിൻ്റെ പില്ലറുകൾ, ഇതിൻ്റെ തുണി, ഇതിൻ്റെ വിരികൾ, ഇനി ഇത് കൊളുത്തിയിടാനുള്ള കൊളുത്തുകൾ, കയറുകൾ, വസ്ത്രങ്ങൾ, പിന്നീട് ഇതിനകത്ത് നമ്മളിനി കാണാൻ പോകുന്ന ഉപകരണങ്ങളെല്ലാം ഇതവർ മരുഭൂമിയിലൂടെ ചുമന്നുകൊണ്ട് പോവാണ്. എവിടെ ചെല്ലുന്നോ, എവിടെ പാളയം അടിക്കുന്നോ അവിടെ ഈ പില്ലറെല്ലാം എടുത്ത് ഈ സ്ട്രക്ചർ അവർ വീണ്ടും നിർമ്മിച്ച് വെക്കും. ഈ യാത്രയിലുടനീളം അവർ ഈ സമാഗമ കൂടാരം ചുമന്നുകൊണ്ട് പോവാണ്. അപ്പൊ ഇത് മനസ്സിൽ കരുതിക്കൊണ്ട് ഇതെല്ലാം അഴിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഇപ്പൊ ചില മേശ അല്ലെങ്കിൽ ചില സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് നമുക്ക് പല പാർട്സ് ആയിട്ട് അഴിച്ചെടുത്ത് ഒരു പാക്കറ്റിലാക്കി വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഫിറ്റ് ചെയ്യാമല്ലോ എന്ന് പറയുന്ന പോലെയാണ്. അതായത് സമാഗമ കൂടാരം മുഴുവൻ അഴിച്ചെടുത്ത് ലേവ്യ പുരോഹിതന്മാരാണ് ഇത് ചുമക്കേണ്ടത്. ഇത് ചുമക്കേണ്ടതും പിന്നീട് ഇത് ആ സ്ഥാനത്ത് കൊണ്ടുപോയി നിർമ്മിച്ചു വെക്കേണ്ടതും എല്ലാം ഇവരുടെ ജോലിയാണ്. ഈ സമാഗമ കൂടാരം പണിയാൻ ദൈവം തെരഞ്ഞെടുത്ത ശില്പിയുടെ പേരാണ് ബസാലേൽ. എന്താണ്? ബസാലേൽ. ബസാലേൽ എന്നൊക്കെ പറഞ്ഞേ, ബസാലേൽ. അപ്പോൾ സമാഗമ കൂടാരത്തിന്റെ പുറത്തുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ നമ്മളിപ്പോൾ ഇത്രയും കണ്ട ഈ സ്ഥലത്തേക്ക് ആർക്ക് വേണേലും കയറാം.
ആർക്കും കയറാം. പക്ഷേ ഇനി ഇതിനകത്തൊരു സ്ട്രക്ചർ കണ്ടല്ലോ, 4 വിരിയിട്ട ആ സ്ട്രക്ചർ, അതിനകത്തേക്ക് സാധാരണ ജനങ്ങൾക്ക് ആർക്കും കയറാൻ അനുവാദമില്ല. പുരോഹിതന്മാർക്ക് മാത്രമേ കയറാൻ അനുവാദമുള്ളൂ. എന്ന് പറഞ്ഞാൽ അടുത്ത ലെവൽ ഒരു സമർപ്പണം നടത്തിയ ദൈവാനുഭവത്തിൽ കുറച്ചുകൂടി ആഴപ്പെട്ടവർക്കാണ് അടുത്ത സ്റ്റേജിലേക്ക് കയറാൻ അനുവാദം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഈ മുറ്റത്തൊക്കെ നിൽക്കാം, മുറ്റത്തൊക്കെ നിന്ന് ബലിയൊക്കെ അർപ്പിച്ച് തിരിച്ചു പോവാം. ആർക്കും വരാം, ഏത് സാധാരണക്കാരനും ഈ മുറ്റത്തേക്ക് കയറി വരാം. യഹൂദന്മാർക്ക് എല്ലാവർക്കും കയറി വരാൻ അനുവാദം ഉണ്ടായിരുന്നു. ഇനി ഈ കൂടാരം കഴിഞ്ഞാൽ, നമ്മൾ പുറത്തെ കൂടാരം, പുറത്തെ ആ പ്രാകാരമാണ് കണ്ടത്, ഔട്ടർ കോർട്ട്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഈ 2 സാധനങ്ങളെ കൂടുതൽ വിശദമായിട്ട് പരിചയപ്പെടണം, വേണ്ടേ? എങ്കിലല്ലേ നമുക്ക് അകത്തേക്ക് പോകുമ്പോൾ അകത്തെ കാര്യങ്ങൾ പരിചയപ്പെടുമ്പോൾ ഇത് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇപ്പം ഞാൻ ഈ 2 കാര്യങ്ങൾ വിശദീകരിക്കണം. എന്തൊക്കെയാണ്? 1 ബലിപീഠം, 2 ക്ഷാളനപാത്രം. ഉറക്കെ പറഞ്ഞേ, ബലിപീഠം, ക്ഷാളനപാത്രം. എവിടാണ് അതിന്റെ പൊസിഷൻ? കൂടാരത്തിനകത്തേക്ക് വാതിൽ തുറന്ന് കയറി കഴിഞ്ഞാൽ അവിടെ ആദ്യം കാണുന്നത് എന്താണ്? ബലിപീഠമാണ്. അത് കഴിഞ്ഞ് കാണുന്നത് എന്താണ്? ക്ഷാളനപാത്രമാണ്. കിട്ടുന്നുണ്ടോ ഇത്? അപ്പോൾ ബലിപീഠം, ഇനി ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ബലിപീഠത്തിന്റെ നമ്മളിപ്പോൾ കണ്ടത് അതിന് മേളിൽ നിന്ന് എടുത്ത ഒരു പിക്ചറാണ്. അതാണ് അകത്ത് അഴിയൊക്കെ കണ്ടത്. വെളിയിൽ നിന്ന് കാണുമ്പോൾ അതിങ്ങനെയാണ് കാണുന്നത്. ശ്രദ്ധിച്ചോ, ഈ ഡീറ്റെയിൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കല്ലടുക്കി പൊക്കി വെച്ചിരിക്കുകയാണ്, അത് ശ്രദ്ധിക്കണം. പൊക്കി വെച്ചിരിക്കുകയാണ്. അകത്തുനിന്ന് തീ വരുന്നത് പോലെ തോന്നുന്നു, അല്ലേ? അതെ. അകത്തെന്തുണ്ട്? നേരത്തെ നമ്മളൊരു പിക്ചർ കണ്ടിരുന്നു. അകത്തെന്തുണ്ട്? ഒരഴിയുണ്ട്, അഴി. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. ഈ ബലിപീഠത്തിന്റെ 4 ഭാഗത്തും ഒരു കൊമ്പ് കണ്ടോ? ഇത് 4 കൊമ്പുകളുണ്ട്. 4 കൊമ്പ്. ബലിപീഠത്തിന്റെ 4 ഭാഗത്തും 4 കൊമ്പ് ഉയർന്നു നിൽപ്പുണ്ട്. ഇനി ഈ ചുറ്റിക ഇത് കണ്ടോ? ഇത് ചാരം. ഇതൊക്കെ ശ്രദ്ധിക്കണം. അഴി, ബലിപീഠത്തിനകത്തെ അഴി, അതിനകത്തുനിന്ന് പുക വരുന്നു. അതിൻ്റെ അർത്ഥം അടിയിൽ തീയുണ്ട്. ഇത് ബലിപീഠം ചുമന്നുകൊണ്ട് പോകാൻ വേണ്ടി ബലിപീഠത്തിൽ വളയങ്ങളിട്ട് ഒരു പൈപ്പ് പോലൊരു സാധനം ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണിത്? ഇത് ചുമന്നുകൊണ്ട് പോകണ്ടേ ആളുകൾക്ക്? 4 പേർക്ക് ബലിപീഠം എടുത്തുകൊണ്ട് പോകാനാണ്. ഇത് ഓടുകൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഈ ബലിപീഠം മുഴുവൻ, വെളിയിൽ കാണുന്ന ഈ ബലിപീഠം മുഴുവൻ മരം കൊണ്ടുണ്ടാക്കി ഓടുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. വെളിയിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അതാണ്. മരം കൊണ്ടുണ്ടാക്കി ഓടുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഇനി എന്നെ ശ്രദ്ധിക്കുക. ബലിപീഠം എന്താന്ന് പിടികിട്ടിയോ? ബലിപീഠം കല്ലുകൾ അടുക്കി അതിന് മേളിൽ വെച്ചിരിക്കുന്നു, പൊക്കി വെച്ചിരിക്കുകയാണ് ബലിപീഠം. ശ്രദ്ധിക്കണം, ബലിപീഠം പൊക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ബലിപീഠം പൊക്കി വെച്ചിട്ടില്ല. എന്നാൽ യഹൂദന്റെ സമാഗമ കൂടാരത്തിലെ അതുപോലെ തന്നെ ദേവാലയത്തിലെയും ബലിപീഠം ഇങ്ങനെ പൊക്കിയാണ് വെച്ചിരുന്നത്. എന്തുകൊണ്ട്? കാരണം ഇതിന്റെ അടിയിൽ തീയിടണം. നമ്മൾ ഇനി ലേവ്യ പുസ്തകം 1, 2, 3, 4 അധ്യായങ്ങൾ വായിക്കുമ്പോൾ 5 ബലികളെ കുറിച്ച് നമ്മൾ വായിക്കും. ആ ബലികളിൽ ബലി അർപ്പിക്കുമ്പോൾ അതിനകത്ത് ദഹന ബലിയുണ്ട്. അതായത് ഈ കാളക്കിടാവിനെ, ഈ ആട്ടിൻകുട്ടിയെ കത്തിച്ച് ബലിയർപ്പിക്കുകയാണ്. അതിൻ്റെ മാംസം കത്തിച്ച് കളയുകയാണ്. ധാന്യബലി അർപ്പിക്കുമ്പോൾ ആ ധാന്യം കത്തിത്തീരുക. ശ്രദ്ധിക്കുന്നുണ്ടോ? അതായത് ഈ ബലിപീഠത്തിന്റെ അടിയിൽ തീയിടണം, തീ കൂട്ടണം. തീ കൂട്ടാൻ വേണ്ടിയാണ് ബലിപീഠം പൊക്കി വെച്ചിരിക്കുന്നത്. മരം കൊണ്ടുണ്ടാക്കിയ ബലിപീഠമാണ്. പക്ഷെ ഇത് തീ പിടിച്ച് നശിക്കാതിരിക്കാൻ എന്ത് പൊതിഞ്ഞിരിക്കുന്നു? ഓട് പൊതിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ കണ്ടത് പാത്രങ്ങൾ. നമ്മൾ ഈ മണ്ണ് വാരുന്നത് പോലെ ഒരു സാധനം കണ്ടില്ലേ? അതെന്തിനാണ്? ഈ ബലിപീഠത്തിന്റെ അടിയിൽ നിന്ന് പുരോഹിതന് ചാരം കോരി എടുക്കണം, ചാരം കോരി കളയണം. എന്നിട്ട് വീണ്ടും വിറകെടുക്കണം, തീ കത്തിക്കണം. പിന്നെ പാത്രങ്ങളുണ്ട്, തളികകളുണ്ട്, ഉപകരണങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് നമ്മൾ ഈ വായിക്കുന്നത്. ബലിപീഠത്തിന്റെ 4 വശത്തും എന്തുണ്ട്? 4 കൊമ്പുണ്ട്. കൊമ്പ്, ഹോൺ, കൊമ്പ്.
അധികാരത്തിൻ്റെ അടയാളമാണ്, ദൈവത്തിൻ്റെ സർവാധികാരത്തിൻ്റെ അടയാളം. സർവാധിപതിയായ ദൈവത്തിനാണ്, സർവശക്തനായ ദൈവത്തിനാണ് ഈ ബലി അർപ്പിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ ബലിപീഠത്തിൻ്റെ വളർക്കോൺ എന്ന് പറയുന്ന ഇതാണ്. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ബലിപീഠത്തിൻ്റെ വളർക്കോൺ എന്നങ്ങനെ കണ്ടാൽ അത് ഈ കൊമ്പാണ്. ഈ കൊമ്പിൽ ഒരു കുറ്റവാളി അബദ്ധത്തിന് ഒരാളെ കൊന്നു എന്ന് വിചാരിക്കുക. കൊന്നാൽ അവന് അബദ്ധത്തിന് കൊന്നതാണ്. അവൻ ഓടി വന്ന് ഈ ബലിപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ചാൽ അവനെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ആയിരുന്നു നിയമം. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ തന്നെ പുരോഹിതന്മാർ വർഷത്തിലൊരിക്കൽ പാപപരിഹാരത്തിന് വേണ്ടി പ്രവേശിക്കുമ്പോൾ പ്രധാന പുരോഹിതൻ ഈ കൊമ്പുകളിൽ രക്തം പുരട്ടുമായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഈ കൊമ്പിന്റെ പർപ്പസ്. പിടികിട്ടിയോ? അപ്പോൾ ബലിപീഠം എന്ന് പറയുന്നത് ശരിക്കും ഒരു പത്തായം പോലൊരു സാധനം. നമ്മൾ ഇന്ന് കാണുന്ന ബലിപീഠം അല്ലത്. അതിനകത്തേക്ക് ഒരു അഴി ഇറക്കി വെച്ചിരിക്കുന്നു. അതിനകത്താണ് ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. ഇനി ഒരാൾ ബലിയർപ്പിക്കാൻ വരികയാണ്. എന്നെ ശ്രദ്ധിക്കുക. ബലിയർപ്പിക്കാൻ വരുമ്പോൾ ബലിയർപ്പിക്കാൻ വരുന്ന വ്യക്തി ഒരു കുഞ്ഞാടിനെയും കൊണ്ട് വരികയാണ്. ഈ കുഞ്ഞാടിനെയും കൊണ്ട് വന്ന ആ വ്യക്തി, പുരോഹിതൻ അവിടെയുണ്ട്. പുരോഹിതൻ ഈ കുഞ്ഞാടിനെ എടുത്ത് പരിശോധിക്കും. ഇതിനെന്തെങ്കിലും കുറവുണ്ടോ? ഊനമില്ലാത്ത കുഞ്ഞാടാണോ? ഇതിന് കളങ്കമുണ്ടോ? അപ്പൊ ഇത് പരിശോധിച്ചിട്ട് കുഞ്ഞാടിനെ ബലിയർപ്പിക്കാൻ യോഗ്യതയുള്ളതാണെങ്കിൽ പുരോഹിതൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ അയാൾ ഈ കുഞ്ഞാടിനെ കൊണ്ടുവന്ന് അയാൾ ഈ കുഞ്ഞാടിനെ എടുത്ത് ബലിപീഠത്തിന് അടുത്ത് നിന്ന് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും. അപ്പൊ നമ്മൾ കണ്ടത് ബലിപീഠം പൊക്കത്തിലാണ്, പൊക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് അവിടെ നിന്നുകൊണ്ട് ഈ ബലിവസ്തുവിനെ നിക്ഷേപിക്കാൻ പറ്റാത്തത് കൊണ്ട് ബലിപീഠത്തിലേക്ക് കയറാൻ ഒരു ചെറിയ ചരിച്ചുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരുന്നു, കല്ലടുക്കി. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഇയാൾ വന്നു, ഈ ബലിപീഠത്തിനടുത്ത് നിന്ന് ഈ ആടിനെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് അയാൾ പതുക്കെ നടന്ന് എന്ന് ഈ പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് വന്ന് അയാൾ ബലിപീഠത്തിൻ്റെ അരികിലെത്തി. അയാൾ ഈ ആടിനെ ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ചിട്ട് ആ ആടിനെ അതുപോലെ നിക്ഷേപിക്കാൻ പറ്റില്ല, തിരിച്ചു ചെന്ന് അതിനെ മുറിക്കും, അതിനെ കഷണങ്ങളാക്കുക. അതെല്ലാം ലേവ്യ പുസ്തകത്തിൽ പിന്നീട് നമ്മൾ പഠിക്കും. അപ്പൊ അതിനുശേഷം ബലി അർപ്പിക്കേണ്ട സാധനങ്ങൾ അയാൾ വന്ന് ഈ തീക്കകത്തേക്ക് ഇടും. ഇതാണ് ബലിയർപ്പണം. പിന്നീട് നമുക്കത് വിശദീകരിക്കാം, എന്താണ് ഇതിൻ്റെ എല്ലാ അർത്ഥം, അത് നമുക്ക് പിന്നെ വിശദീകരിക്കാം. അപ്പൊ ഈ ബലിയർപ്പണത്തിൽ സത്യത്തിൽ ഈ മനുഷ്യൻ ഈ ബലിപീഠത്തിനരികിലേക്ക് വന്ന് ഈ തീയുടെ അടുത്തേക്ക് വന്ന് ഈ ചൂടിനടുത്തേക്ക് വന്ന് അയാളുടെ ആ ബലിവസ്തുവിനെ സമർപ്പിച്ച് ആ ബലിപീഠത്തിലേക്ക് നിക്ഷേപിക്കും. ചിലത് പുരോഹിതനാണ് നിക്ഷേപിക്കുന്നത്, ചിലത് കൊണ്ടുവരുന്ന അതേ വ്യക്തികൾ തന്നെയാണ് നിക്ഷേപിക്കുന്നത്. ധാന്യബലിയുണ്ട്, പാനീയ ബലിയുണ്ട്, സമാധാന ബലിയുണ്ട്, ദഹന ബലിയുണ്ട്, പാപപരിഹാര ബലിയുണ്ട്. ഇങ്ങനെ പല ബലികളുണ്ട്. ആ ബലികൾക്കെല്ലാം നിയമമുണ്ട്. അങ്ങനെ വന്ന് ഈ ബലി അർപ്പിക്കും. ബലിപീഠം എന്താണെന്ന് പിടികിട്ടിയോ? പ്രിയപ്പെട്ടവരെ, ദൈവാനുഭവത്തിലേക്ക് ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യം നടക്കേണ്ടത് ബലിയാണ്. ബലി ഇല്ലാതെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. മുറിക്കാതെ, മുറിക്കപ്പെടാതെ, താഴാതെ, ചെറുതാവാതെ, സഹിക്കാതെ, എളിമപ്പെടാതെ ദൈവത്തിന്റെ അങ്കണത്തിലേക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം വെച്ചിരിക്കുന്നത് ബലിപീഠം. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ബലിപീഠം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്നത് ക്ഷാളനപാത്രമാണ്. കാണുന്നുണ്ടോ? മാമോദീസ തൊട്ടി പോലെ ഒരു പാത്രം കണ്ടോ? ഇതാണ് ക്ഷാളനപാത്രം. ഇത് ബലിപീഠത്തിൽ നിന്ന് ഒരല്പം മാറി കുറച്ച് മുന്നിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഈ ക്ഷാളനപാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കും. പുരോഹിതന്മാര് ബലിയർപ്പിക്കാനോ കാഴ്ച സമർപ്പിക്കാനോ ഈ അങ്കണത്തിലേക്ക് കയറിയാൽ അവർ ഈ പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് കൈയും കാലും കഴുകണം. അങ്ങനെ കഴുകിയില്ലെങ്കിൽ അവർ മരിക്കും എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ നിയമം. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം 30-ാമത്തെ അധ്യായത്തിൽ, എന്നെ ശ്രദ്ധിച്ച്, പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് 30:17 മുതൽ ബൈബിൾ എടുത്ത് വായിച്ചേ. പുറപ്പാട് 30:17.
കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഓടുകൊണ്ട് ഒരു ക്ഷാളനപാത്രം നിർമ്മിക്കണം. അതിൻ്റെ പീഠവും ഓടുകൊണ്ടുള്ളതായിരിക്കണം. അത് സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും ഇടയ്ക്ക് വെക്കണം. അതിൽ വെള്ളമൊഴിക്കണം. ഇപ്പൊ വ്യക്തമല്ലേ? സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും ഇടയ്ക്ക് അത് വെക്കണം. അതിലെന്ത് ചെയ്യണം? വെള്ളമൊഴിക്കണം. അഹറോനും പുത്രന്മാർക്കും കൈയും കാലും കഴുകുന്നതിന് വേണ്ടിയാണത്. അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തെ സമീപിച്ച് കർത്താവിന് ദഹനബലി അർപ്പിക്കുകയോ ചെയ്യുമ്പോൾ കൈകാലുകൾ കഴുകണം. അല്ലെങ്കിൽ അവർ മരിക്കും. മരിക്കാതിരിക്കുന്നതിന് അവർ കൈകാലുകൾ കഴുകണം. ഒന്നുകൂടെ വായിച്ച് 20-ാം വാക്യം. അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തെ സമീപിച്ച് കർത്താവിന് ദഹനബലി അർപ്പിക്കുകയോ ചെയ്യുമ്പോൾ കൈകാലുകൾ കഴുകണം. അല്ലെങ്കിൽ അവർ മരിക്കും. മരിക്കാതിരിക്കുന്നതിന് അവർ കൈകാലുകൾ കഴുകണം. ഇതവർക്ക് എന്നേക്കുമുള്ളൊരു കൽപ്പനയാണ്. അവനും അവൻ്റെ സന്തതികൾക്കും തലമുറകൾ തോറുമുള്ള കൽപ്പനയാണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് ബലി അർപ്പിക്കാനായിട്ട് അഹറോനും പുത്രന്മാരും പ്രവേശിച്ച് കഴിയുമ്പോൾ അങ്ങനെ പ്രവേശിക്കുന്നവർ തങ്ങളുടെ കൈകാലുകൾ ഈ ക്ഷാളനപാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് കഴുകിയില്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത്? അവർ മരിക്കും എന്ന് കർത്താവ് പറയുകയാണ്. അവർ മരിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് ഈ വിശുദ്ധീകരിക്കാൻ വേണ്ടി, തങ്ങളെ തന്നെ കഴുകി വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം വെച്ചിരുന്ന ക്ഷാളനപാത്രമാണത്. അപ്പോൾ അത് ബലിപീഠം കഴിഞ്ഞാണ് ഈ ക്ഷാളനപാത്രം. ഇനി ഈ ബലിപീഠത്തെ സംബന്ധിച്ച് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ബലിപീഠം, 2 ക്ഷാളനപാത്രം. ബലിപീഠത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ബലിപീഠത്തിലെ തീ ഒരിക്കലും കെട്ടുപോകരുത്. ഇതായിരുന്നു നിയമം. ബലിപീഠത്തിലെത്തി, നമ്മൾ ആദ്യം കണ്ട ബലിപീഠമില്ലേ, അതിനടിയിൽ തീയുണ്ട്. ഈ തീ ഒരിക്കലും കെട്ടുപോകാൻ പാടില്ല. ബലിപീഠത്തിലെ അഗ്നി ഒരിക്കലും കെട്ടുപോകരുത്. ആദ്യത്തെ അഗ്നി ആരാണ് കത്തിച്ചത് പറയാമോ? അതായത് ഈ ബലിപീഠം ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞ് സമാഗമ കൂടാരം ആശീർവദിച്ച് കഴിഞ്ഞ് കൂടാരത്തിൽ ദൈവം ഇറങ്ങി വന്നപ്പോ ആദ്യമായിട്ട് ഈ ബലിപീഠത്തിൽ തീ കത്തിച്ചാരെന്നറിയാം? മോശ, അഹറോൻ. ആർക്കാണ് ആ ഭാഗ്യം കിട്ടിയത്? ആദ്യത്തെ തീ കത്തിച്ചാരാണ്? ആരാണ്? ഒരു ഊഹക്കച്ചവടം നടത്ത്. അഹറോൻ, മോശ. അതായത് ലേവ്യ പുസ്തകം എടുക്കുക. ലേവ്യ പുസ്തകം 9-ാം അധ്യായം 23-ാം വാക്യം. ഇത് സമാഗമ കൂടാരത്തിന്റെ പ്രതിഷ്ഠയുടെ ദിവസമാണ്. ലേവ്യ പുസ്തകം 9-ാം അധ്യായം 23. മോശയും, ഉറക്കെ വായിക്കണം, മോശയും അഹറോനും സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചു. പുറത്തിറങ്ങി വന്ന് അവർ ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം ജനത്തിന് പ്രത്യക്ഷമായി. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ബലിപീഠത്തിലിരുന്ന ദഹനബലിയും മേധസ്സും ദഹിപ്പിച്ചു. ശ്രദ്ധിക്കുക, ആദ്യത്തെ തീ കൊടുത്തത് ദൈവമാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഈ തീ ഒരിക്കലും കെട്ടുപോകരുത്. ആദ്യത്തെ തീ കൊളുത്തിയത് ദൈവമാണ്. ദൈവം എന്ത് ചെയ്തു? സമാഗമ കൂടാരത്തിന്റെ ആശീർവാദ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ആ തീ ഇറങ്ങി വന്ന് ആ ബലിപീഠത്തിലെത്തി അത് കത്തിച്ചു. അതുകൊണ്ടാണ് അവർ ഒരിക്കലും ആ തീ കെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നത്. പിന്നീട് നമ്മൾ ബൈബിൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദേവാലയം തകർക്കപ്പെട്ടു. ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ പോലും അവർ ഈ ബലിപീഠത്തിലെ അഗ്നി എടുത്ത് ഒരിടത്ത് കൊണ്ടുപോയി കെട്ടുപോകാതെ ഒളിപ്പിച്ചു വെച്ചു. അത് നമ്മൾ പിന്നീട് കാണാം. മക്കമാരുടെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ നമ്മളത് കാണും. പിന്നീട് ആ അഗ്നി എടുത്തുകൊണ്ട് വരുന്നതൊക്കെ വികാരനിർഭരമായ രംഗങ്ങളാണ്. ദൈവം കൊളുത്തിയ ഒരു തീ. അപ്പൊ ചങ്കിനകത്ത് ഈ തീ കൊളുത്തുന്ന ആരാണ്? ദൈവമാണ്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു തീ കൊളുത്തണമെങ്കിൽ അത് മനുഷ്യന് കൊളുത്താൻ പറ്റില്ല, ദൈവം കൊളുത്തി തരണം. പിന്നീട് നമുക്കത് കത്തിച്ച് നിർത്താം. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യന് പിന്നീട് അത് കത്തിച്ച് നിർത്താം. പക്ഷെ ശരിക്കുള്ള ഒറിജിനൽ ഫയർ ഹാസ് ടു കം ഫ്രം എബവ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ.
അതുകൊണ്ട് ശരിക്കുള്ള തീ കർത്താവെ നീ കത്തിക്കണം. നീ കത്തിച്ചാൽ പിന്നെ ഞങ്ങൾ കത്തിച്ച് നിർത്തിക്കോളാം. ശരിക്കുള്ള തീ ആദ്യം ദൈവം കത്തിച്ച് തരണം. അപ്പൊ ഈ ബലിപീഠത്തിലെ അഗ്നി, അങ്ങനെ ഹാനൂക്ക ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പെരുന്നാളൊക്കെ ഉണ്ടായിരുന്നു, ഈ തീയുടെ പെരുന്നാൾ ഒക്കെ പോട്ട്. അപ്പോ ബലിപീഠം പിന്നീട് നമ്മൾ കാണുന്നത് ക്ഷാളനപാത്രമാണ്. അപ്പൊ ഈ ക്ഷാളനപാത്രം ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. ക്ഷാളനപാത്രം നിർമ്മിച്ചത് എങ്ങനെയാണ്? ബലിപീഠത്തിന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ശുശ്രൂഷ ചെയ്തിരുന്ന സ്ത്രീകളുടെ കണ്ണാടി, അവർ മുഖം നോക്കിക്കൊണ്ടിരുന്ന കണ്ണാടി, ആ ഓട്ട് കണ്ണാടിയാണ്. അവർ പറഞ്ഞു, ഞങ്ങളിനി ഞങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ കണ്ണാടി കർത്താവിന് ഞങ്ങൾ തരുകയാണെന്ന് പറഞ്ഞ് അവർ ആ കണ്ണാടി ദൈവത്തിന് സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ ഓട്ട് കണ്ണാടിയിൽ നിന്നാണ് ക്ഷാളനപാത്രം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സമാഗമ കൂടാരം എന്താന്ന് കണ്ടു, ബലിപീഠം കണ്ടു, ക്ഷാളനപാത്രം കണ്ടു. ക്ഷാളനപാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് കഴുകിയില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. അപ്പൊ ഇതാണ് പുരോഹിതൻ. ഇതാണ് പുരോഹിതന്റെ ഡ്രസ്സ്. കാണുന്നുണ്ടോ? തലപ്പാവൊക്കെ വെച്ച് നല്ല വെള്ള ഉടുപ്പൊക്കെ ഇട്ട് നല്ല മിടുക്കനായൊരു പുരോഹിതൻ. ഇനി ശ്രദ്ധിക്കുക, ഇനി നമ്മൾ അകത്തോട്ട് കയറുകയാണ്. എവിടാണ്? പുറത്തുള്ള സ്ട്രക്ചർ തീർന്നു, ഇനി നമ്മൾ അകത്തോട്ട് കയറുകയാണ്. അകത്ത് കയറിയാൽ ഈ സ്ഥലത്തിന്റെ പേരാണ് വിശുദ്ധ സ്ഥലം. ഈ വിശുദ്ധ സ്ഥലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതെവിടാണ്? ഇത് ശരിക്കുള്ള ടാബർനക്കിൾ, ശരിക്കുള്ള സമാഗമ കൂടാരം ഇതാണ്. ഇതിന്റെ മുറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിനകത്തേക്ക് കയറാതെ ആളുകളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു തിരശീലയുണ്ട്. കണ്ടായിരുന്നല്ലോ അതൊക്കെ? 5 ഗോൾഡൻ പില്ലേഴ്സ്, അതിനെ മറച്ചുകൊണ്ടൊരു തിരശീല. മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ? ഒന്ന് തല കുലുക്കുകയും ചെയ്യ്. ഞാൻ മനസ്സിലാവുന്നത് ഞാൻ വിചാരിക്കട്ടെ. കുലുക്കിക്കൊണ്ടങ്ങ് ഇരിക്കണ്ട, പറയും മനസ്സിലാവുന്നു ചോദിക്കുമ്പോൾ അങ്ങ് തല കുലിക്കാൻ മതി. അപ്പോൾ ഇത് പിടിയിട്ടുന്നുണ്ടാവോ? ഓക്കെ. അപ്പോൾ ഇതാണ് ഈ തിരശീല കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറിയാൽ 3 സാധനങ്ങൾ നമ്മൾ കാണും. നോക്കിക്കേ, നമ്മൾ കയറി ചെല്ലുന്ന ആള് ഇടതുവശത്ത് കാണുന്നതാണ് ദീപപീഠം. ഇതാണ് 7 കാലുള്ള വിളക്ക്. 7 വിളക്കിൻ നടുവിൽ. പാട്ട് കേട്ടിട്ടുണ്ടോ? അയ്യോ, അതാണിത്. ഇതാണ് 7 വിളക്ക്. കാണുന്നുണ്ടോ? 7 കാല്. ഇതിന് ശരിക്കും 6 കാല്, നടുക്കുള്ളത് അതിന്റെ തണ്ടാണ്. അങ്ങനെയാണ് 7 എണ്ണം. 3 എണ്ണം ഇടതുവശത്ത്, 3 എണ്ണം വലതുവശത്ത്, നടുക്കൊരെണ്ണം. വെളിപാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നു, 7 ദീപങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലൊരാൾ. ഈശോ ശരിക്കും ഈ നടുക്ക് നിൽക്കുന്ന ആ കമ്പ് യേശുവാണെന്നാണ് വെളിപാട് പുസ്തകം പറയുന്നത്. അപ്പൊ ഇതാണ് ദീപപീഠം. വിശദീകരിക്കാം. നടുക്കൊരു സാധനം കാണുന്നുണ്ട്. അതെന്താണ്? ഇതാണ് വിളക്ക്. ഇടതുവശത്ത് കണ്ടത്. നടുക്ക് കണ്ട എന്താണ്? അതാണ് ധൂപപീഠം, ഓൾട്ടർ ഓഫ് ഇൻസെൻസ്. ധൂപപീഠം. ധൂപക്കുറ്റി വീശുന്ന കണ്ടിട്ടുണ്ടോ? അത് എപ്പോഴും ഒരാൾ വീശിക്കൊണ്ടിരിക്കാതിരിക്കാൻ വേണ്ടി ധൂപം വരുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്തുള്ളത് എന്താന്ന് നമുക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് കാണാം. ഇത് ധൂപപീഠം. ഇനി വലതുവശത്തൊരു സാധനം കണ്ടോ? ഇതൊരു ടേബിൾ. ഈ ടേബിളിൽ 12 അപ്പം അടുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശ. 12 അപ്പം കണ്ടോ? അതിന്റെ മേളിൽ ഒരു ചെറിയ പാത്രം കണ്ടോ? ആ പാത്രത്തിനകത്ത് കുന്തിരിക്കമാണ്. ഈ കുന്തിരിക്കമാണ് എടുത്ത് ആ ധൂപപീഠത്തിൽ വെച്ചിരിക്കുന്ന തീക്കകത്തിട്ട് പുകയ്ക്കുന്നത്. ഈ അപ്പം നിരത്തി വെച്ചിരിക്കുന്ന മേശയാണ് തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശ. ദ ബ്രെഡ് ഓഫ് പ്രസൻസ്. സാന്നിധ്യ അപ്പത്തിന്റെ മേശ. ഈശോയോട് ഇങ്ങോട്ട് ഈശോയോട് ഒരു കൂട്ടം ആളുകൾ വന്നിട്ട്, പരിസേര് വന്നിട്ട് പറഞ്ഞു, സാബത്ത്, നിന്റെ ശിഷ്യന്മാര് സാബത്തിൽ കതിര് പറിച്ച് തിന്നുന്ന കാണുന്നില്ലേ? അപ്പൊ ഈശോ പറഞ്ഞു, നിങ്ങൾ വായിച്ചിട്ടില്ലേ? പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാൻ അനുവാദം ഉണ്ടായിരുന്ന വിശുദ്ധ അപ്പം ദാവീദും അനുചരന്മാരും ഭക്ഷിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഈ വിശുദ്ധ അപ്പം, ഇതിന്റെ കാര്യമാണ് പറയുന്നത്. ഈ വിശുദ്ധ അപ്പം ശ്രദ്ധിക്കുക, ഓരോ സാബത്തിലും, സാബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശനിയാഴ്ച. ഓരോ ശനിയാഴ്ചയും. അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ്. യഹൂദൻ ഇന്ന് ദേവാലയം ഉണ്ടെങ്കിൽ, ഈ സമാഗമ കൂടാരം ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് ശനിയാഴ്ച യഹൂദ മതത്തിലെ
നിയോഗിക്കപ്പെട്ട പുരോഹിതന്മാർ ഈ അപ്പം തയ്യാറാക്കും. ഇത് അവർ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ദോശ ചുടുന്ന പോലെ വീട്ടിൽ ചുടാൻ പാടില്ല. ഇത് പുരോഹിതന്മാർക്ക് മാത്രമാണ് ഈ കാഴ്ചയപ്പം ഉണ്ടാക്കാൻ അനുവാദമുള്ളത്. അപ്പോൾ ഈ തിരുസാന്നിധ്യ അപ്പം അവർ സാപത്തിൽ ഇത് ഉണ്ടാക്കിയിട്ട് പുരോഹിതന്മാര് ഇത് സാപത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന്റെ മുമ്പിൽ കഴിഞ്ഞ ആഴ്ച വെച്ച അപ്പം എടുത്ത് മാറ്റിയിട്ട് ഈ ആഴ്ച പുതിയ അപ്പം വെക്കും. അത് വെക്കുന്ന എന്നാണ്? ശനിയാഴ്ച ദിവസമാണ്, സാപത്ത് ദിവസം. സാപത്ത് ദിവസം അതവർ വച്ചിട്ട് അവർ കഴിഞ്ഞ ആഴ്ചത്തെ അപ്പം മാറ്റിയത് അവർ വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ഭക്ഷിക്കും. വെളിയിൽ കൊണ്ടുപോകാൻ അനുവാദമില്ല. ഇത് വെളിയിൽ ആർക്കും ഭക്ഷിക്കാനും അനുവാദമില്ല. പുരോഹിതന്മാർക്ക് മാത്രമേ ഭക്ഷിക്കാൻ അനുവാദമുള്ളൂ. അതവർ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. ഈ അപ്പം തയ്യാറാക്കുന്ന സമയത്ത് പുരോഹിതന്മാർ ബ്രഹ്മചര്യം പാലിക്കണം. ഇതായിരുന്നു തിരുസാന്നിധ്യ അപ്പം, 12 അപ്പം. ഇനി ഇത് കർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്, എപ്പോഴും എൻ്റെ മുമ്പിൽ ഈ അപ്പം വെച്ചിരിക്കണം, 12 അപ്പം. ഇതെന്തിന്റെ ഓർമ്മയാണെന്നറിയാമോ? നിങ്ങളെ പട്ടിണിയില്ലാതെ, രോഗമില്ലാതെ, ദുരിതമില്ലാതെ, നിങ്ങളെ ശത്രുക്കൾ ആക്രമിക്കാതെ, നിങ്ങൾ പട്ടിണി കിടക്കാതെ ഞാൻ നിങ്ങളെ എപ്പോഴും സംരക്ഷിച്ചു നിർത്തി എന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ അപ്പം എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കണം. അതാണ് തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശ. സമാഗമ കൂടാരം ഈ സ്റ്റഡിയുടെ ഒടുവിൽ നമ്മളായിട്ട് മാറും. നമ്മൾ മാറുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഒരു തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശ ഉണ്ടാവണം. എന്താണത്? എന്നെ ദൈവം അത്ഭുതകരമായി പരിപാലിച്ചു നിർത്തി എന്ന ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു ഓർമ്മ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശ, ഈ അപ്പമാണ്. ഇനി ഇതെല്ലാം വിശുദ്ധ കുർബാനയുടെ വേരുകൾ ഇതിനകത്തുണ്ട്. ഈ അപ്പം പാപപരിഹാര ദിനം, അത് വർഷത്തിൽ ഒരിക്കലാണ്. അതിന്റെ പേരാണ് ദ ഡേ ഓഫ് അറ്റോൺമെന്റ്, പാപപരിഹാര ദിനം. അതിന് അവരുടെ ഭാഷയിൽ പറഞ്ഞിരുന്നത് യോം കിപ്പൂർ, YOMKIPUR, യോം കിപ്പൂർ. പാപപരിഹാര ദിനത്തിൽ പ്രധാന പുരോഹിതൻ ഈ അപ്പം ഒരു തുണിയിൽ എടുത്ത് ഇങ്ങനെ പിടിച്ച് ജനത്തെ ആശീർവദിക്കും. മനസ്സിലാവുന്നുണ്ടോ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം? തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശ കണ്ടോ? ഈ പുക വരുന്ന എവിടുന്നാ? അവിടെ ധൂപപീഠമുണ്ട് അതിനപ്പുറത്ത്. അപ്പൊ ഇതെല്ലാം നിർമ്മിക്കേണ്ട വിധമെല്ലാം ദൈവം പറഞ്ഞു കൊടുത്ത് ഈ മേശ, ഇതൊരു മേശയാണ്. ദ ടേബിൾ ഓഫ് ദ ബ്രെഡ് ഓഫ് പ്രസൻസ്, തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശ. ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പൊ എന്താ കൊണ്ടുവച്ചേ? കാസ. ഈ അപ്പം വെച്ചിരിക്കുന്ന തിരുസാന്നിധ്യ, കേൾക്കണേ, ഇങ്ങോട്ട് നോക്കണം. ഈ അപ്പം വെച്ചിരുന്ന തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശയിൽ വീഞ്ഞ് സമർപ്പിക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. അതിനുള്ള ആ കാസായാണ് കൊണ്ടുവച്ചത്. അപ്പവും വീഞ്ഞും. മനസ്സിലാവുന്നോ? അപ്പവും വീഞ്ഞും, ഇതൊക്കെയാണ് വിശുദ്ധ കുർബാനയുടെ പഴയ നിയമ വേരുകൾ. അപ്പവും വീഞ്ഞും സമർപ്പിച്ചിരുന്ന ഒരു മേശയാണിത്. അപ്പം മാത്രമല്ല, അവിടെ വീഞ്ഞുമുണ്ട്, കുന്തിരിക്കവും വെച്ചിട്ടുണ്ട്. പാനീയ ബലി സമർപ്പിക്കാനുള്ള ആ വീഞ്ഞ് സമർപ്പിക്കാനുള്ള ഒരു ടേബിൾ കൂടിയായിരുന്നു ഇത്. ഇനി ഇത് ചുമന്നുകൊണ്ട് പോകാനുള്ള ആ കമ്പ് കണ്ടോ? അത് മരം കൊണ്ടുണ്ടാക്കി. ഇതിനകത്തുള്ള 3 സാധനങ്ങളും സ്വർണം കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. മരം കൊണ്ടുണ്ടാക്കി, സ്വർണം കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. ഇനി ഈ വിളക്ക്, ഇത് ബദാം വൃക്ഷത്തിന്റെ ആകൃതിയിൽ ഉണ്ടാക്കണം എന്നായിരുന്നു ദൈവത്തിന്റെ കൽപ്പന. നടുക്കുള്ള തണ്ട്, അതിന്റെ 3 വശത്തും അതിന്റെ വിളക്ക്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ പടത്തിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഇവിടെ ശരിക്കും എണ്ണയിട്ട കത്തിക്കുന്ന വിളക്കായിട്ടല്ല ഇതൊരു റെഡിമെയ്ഡ് വിളക്കായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ശരിക്കുള്ള വിളക്ക്, ഇതിന്റെ മുകൾ ഭാഗം നിങ്ങൾ കാണുന്നുണ്ടോ? മുകൾ ഭാഗം, ഈ തിരി തെളിച്ച് വെച്ചിരിക്കുന്ന ഭാഗം കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ അതൊരു കപ്പ് പോലാണ്.
അതിനകത്ത് ഒലിവെണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്നു. ഇനി അതിനകത്ത് തിരി ഇട്ടിട്ടുണ്ട്. ഈ തിരി ശരിക്കും ഇതിനകത്ത് ഈ എണ്ണയ്ക്കകത്തിട്ടിരിക്കുന്ന ഈ തിരി എവിടെ നിന്ന് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ഈ പുരോഹിതന്മാരുടെ വസ്ത്രം പഴയതാവുമ്പോൾ ആ പുരോഹിതന്മാരുടെ വസ്ത്രം, പഴയതായ വസ്ത്രം കീറിക്കളയാതെ ആ വസ്ത്രം കീറി അത് തിരിയാക്കി അതാണ് ഈ ഇട്ട് കത്തിക്കുന്നത്. അതായിരുന്നു നിയമം. അച്ഛന്മാരുടെ ലോക കീറിപ്പോകുമ്പോൾ അതാണ് ഈ തിരിയായിട്ട് എന്ന് പറഞ്ഞാൽ ആ പുരോഹിതൻ അർപ്പിച്ച ബലികൾ, പ്രാർത്ഥനകൾ, അതിനുപയോഗിച്ച ആ വസ്ത്രം അത് പിന്നീട് ദൈവസാന്നിധ്യത്തിന് മുമ്പിൽ വിളക്കായിട്ട് നിന്ന് കത്തുകയാണ്. ഇനി ഈ വിശുദ്ധ സ്ഥലത്തുള്ള ആകെയുള്ള വെട്ടം ഈ വിളക്കാണ്. ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇരുണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഏഴ് തിരിയിട്ട 7 കാലുള്ള ഈ വിളക്കിൽ നിന്ന് വരുന്ന വെട്ടം മാത്രമാണ് വിശുദ്ധ സ്ഥലത്ത് ഉള്ളത്. അപ്പൊ വെളിയിൽ ഭയങ്കര വെട്ടമാണ്, അകത്ത് അത്രയും വെട്ടമില്ല. ഇനി അതിവിശുദ്ധ സ്ഥലത്തോ ഒട്ടും വെട്ടമില്ല, അവിടെ വെട്ടമേ ഇല്ല. അതിവിശുദ്ധ സ്ഥലത്ത് നല്ല ഇരുട്ടാണ്. അപ്പൊ ഇതായിരുന്നു അതിൻ്റെ ആ സ്ട്രക്ചർ. എല്ലാ ദിവസവും ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും പുരോഹിതൻ രാവിലെ, പുരോഹിതന്റെ ഡ്യൂട്ടി രാവിലെ വരിക, ഈ വിളക്ക് കത്തുന്നുണ്ടോ എന്ന് നോക്കുക, എണ്ണ നിറയ്ക്കുക, അതെല്ലാം വൃത്തിയാക്കുക. എന്നിട്ട് വൈകുന്നേരം വീണ്ടും വന്ന് ഈ വിളക്ക് കത്തുന്നുണ്ടോ പരിശോധിക്കുക, കെട്ടുപോയോ എന്ന് പരിശോധിക്കുക, വിളക്ക് കത്തിച്ച് നിർത്തുക. പുരോഹിതന്റെ രാവിലത്തെയും വൈകുന്നേരത്തെയും ഡ്യൂട്ടി ഇതായിരുന്നു. ഈ വിളക്ക് കത്തുന്നുണ്ടോ, ഈ വിളക്ക് കെട്ടോ, അത് പുരോഹിതന്റെ ഡ്യൂട്ടി ആയിരുന്നു. പുരോഹിതന്റെ രാവിലത്തെയും വൈകിട്ടത്തെയും ജോലി ഇതാണ് ഒരു യഹൂദ പുരോഹിതന്റെ വേഷമാണ് ഈ ചേട്ടൻ ഇട്ടിരിക്കുന്നില്ലേ. ഇത് ശരിക്കുള്ള പുരോഹിതനല്ല, അത് ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടി ആ വേഷം ഇട്ട് നിൽക്കുന്നതാണ്. അപ്പൊ യഹൂദ പുരോഹിതന്റെ വേഷമാണിത്. ശരിക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഈ മനുഷ്യന്റെ തലയിൽ ഒരു തലപ്പാവ് ഇരിക്കുന്നുണ്ടോ, ഒരു ടർബൻ. ഇതായിരുന്നു പുരോഹിത. യഹൂദന്മാർക്കെല്ലാം ഈ സത്യത്തിൽ ഇതുപോലെ തലപ്പാവ് ഉണ്ടായിരുന്നു, പുരോഹിതന്മാർക്ക് പ്രത്യേകിച്ചുണ്ടായിരുന്നു. പിന്നീട് അത് മുസ്ലിം അധിനിവേശത്തിന്റെ കാലത്താണ് അവർ യഹൂദന്മാർക്ക് ഈ ടർബൻ ഉപയോഗിക്കുന്നത് വിലക്കി. പിന്നെയാണ് അത് കാലാന്തരത്തിൽ ഇല്ലാതായതെന്ന് ചരിത്രം പറയുന്നുണ്ട്. അടുത്തത് ഇതെന്താണ്? ധൂപപീഠം, കുന്തിരിക്കം പുകയ്ക്കുന്ന സ്ഥലം. ഇതെവിടെയാണ്? വിശുദ്ധ സ്ഥലത്ത് എവിടെയാണ്? ഇടത്തോ വലത്തോ നടുക്കോ? നടുക്ക്. അപ്പൊ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഇത് എപ്പോഴും എൻ്റെ മുമ്പിൽ ഇങ്ങനെ കുന്തിരിക്കം പുകഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ പുരോഹിതൻ രാവിലെ വന്നാൽ വിളക്ക് കത്തിക്കുക മാത്രമല്ല, കുന്തിരിക്കം പുകയ്ക്കുകയും ചെയ്യണം. വൈകുന്നേരം പുരോഹിതൻ വരുമ്പോൾ വിളക്ക് കത്തിക്കുക മാത്രമല്ല, കുന്തിരിക്കം പുകയ്ക്കുകയും ചെയ്യണം. ഇതായിരുന്നു പുരോഹിതന്റെ ദൗത്യം. വിളക്ക് കത്തിക്കണം, കുന്തിരിക്കം പുകയ്ക്കണം. ഈ കാഴ്ചയപ്പം ആഴ്ചയിൽ ഒരിക്കൽ ഒരുക്കി വെക്കണം. അപ്പൊ ഇതെല്ലാം വിശുദ്ധ സ്ഥലമാണ്. ഇത് ചുമന്നുകൊണ്ട് പോകാനുള്ള കമ്പാണ്, അതിനകത്ത് കയറ്റിയിട്ടുണ്ടോ? ഇതും ചുമന്നുകൊണ്ട് പോകണം. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ആശയം കിട്ടിയോ? ഈ സാധനങ്ങളെല്ലാം ചുമന്നുകൊണ്ടാണ് അവർ പൊക്കൊണ്ടിരുന്നത്. ഏറ്റവും മുമ്പിൽ അവർ എടുത്ത് പിടിച്ചിരിക്കുന്നത് വാഗ്ദാന പേടകം. അതിലേക്ക് നമുക്ക് പോകാം, ശ്രദ്ധിക്കുക. അപ്പോ രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞു. എൻ്റെ അമ്മോ, രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞു. ആദ്യത്തെ നമ്മൾ പറഞ്ഞു, ഈ മുഴുവൻ സ്ട്രക്ചറിന്റെ നീളം എത്രയാണ്? 150 അടി, വീതി 75 അടി, ഉയരം 7.5 അടി. ഇനി വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഉൾപ്പെട്ട കൂടാരം, അതിനകത്തുള്ള സെപ്പറേറ്റ് ടെന്റ്, അതിൻ്റെ നീളം 45 അടി. അതിൻ്റെ നീളം നമ്മളിപ്പോൾ കണ്ട ആ സ്ട്രക്ചർ മാത്രമല്ല, ഇനി കാണാൻ പോകുന്ന അതിവിശുദ്ധ സ്ഥലം ഉൾപ്പെടെ ആ 4 വിരിയിട്ട് മറച്ച കൂടാരം കണ്ടില്ലേ? കണ്ടു. ആ കൂടാരത്തിന്റെ നീളം 45 അടി, വീതി 15 അടി, ഉയരം 15 അടി. അപ്പൊ 7.5 അടിയേ ഉള്ളൂ ഔട്ടർ സ്ട്രക്ചർ. അതിന് മേളിൽ പൊങ്ങിയാണ് ഇത് നിൽക്കുന്നത്. 15 അടി ഉയരം,
15 അടി വീതി, 45 അടി നീളം ഉള്ള കൂടാരം. ആ കൂടാരത്തിനകത്ത് നമ്മൾ കണ്ടു, വിശുദ്ധ സ്ഥലം കണ്ടു. വിശുദ്ധ സ്ഥലത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? നടുക്ക് എന്തുണ്ട്? ഉറക്കെ പറ. നടുക്ക് ധൂപപീഠം, കുന്തിരിക്കം പോയിക്കുന്ന സ്ഥലം. ഇടത്ത് 7 കാലുള്ള വിളക്ക്, വലത്ത് തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശ. ഇത് കഴിഞ്ഞാൽ ഇനി ഭയങ്കര കട്ടിയുള്ള ഒരു തിരശീല, നല്ല കട്ടിയുള്ള തിരശീല. ആദ്യത്തേത് അത്രയും വലിയ കട്ടിയില്ല. ഏറ്റവും പുറത്തെ തിരശീല വളരെ നേർത്തതാണ്. വിശുദ്ധ സ്ഥലത്തെ വേർതിരിക്കുന്ന തിരശീല കുറച്ചുകൂടെ കട്ടിയുണ്ട്. അതിവിശുദ്ധ സ്ഥലത്തെ വേർതിരിക്കുന്ന തിരശീല ഭയങ്കര കട്ടിയുള്ളതാണ്. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറാൻ സാധാരണ അച്ഛന്മാർക്കൊന്നും അനുവാദമില്ല. പിന്നെ ആർക്കാണ്? പ്രധാന പുരോഹിതന് മാത്രം. എല്ലാ ദിവസവും കയറാൻ പറ്റുമോ? പറ്റില്ല. ആണ്ടിലൊരിക്കൽ, വർഷത്തിലൊരിക്കൽ പ്രധാന പുരോഹിതൻ മാത്രം കാളക്കിടാവിന്റെ രക്തവുമായി അകത്തേക്ക് കയറണം. ഇനി പുരോഹിതന്റെ വസ്ത്രങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത്, ഇത് കയറുന്ന സമയത്ത് ചില പരിപാടികളുണ്ട്. അതിവിശുദ്ധ സ്ഥലത്ത് നമ്മളിപ്പോൾ കാണുന്ന ഈ അതിവിശുദ്ധ സ്ഥലത്ത്, അത് ശരിക്കും പറഞ്ഞാൽ 15 അടി നീളം, 15 അടി വീതി, 15 അടി ഉയരം, അതായിരുന്നു അതിവിശുദ്ധ സ്ഥലം. അപ്പൊ ഈ അതിവിശുദ്ധ സ്ഥലത്ത് പ്രധാന പുരോഹിതന് മാത്രമേ കയറാൻ പറ്റൂ. എപ്പോഴാണ് കയറാൻ പറ്റുന്നത്? വർഷത്തിൽ ഒരിക്കൽ കാളക്കിടാവിന്റെ രക്തവുമായി അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അകത്ത് കാണുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് വാഗ്ദാന പേടകം. അത് അകത്തേക്ക് നമുക്ക് പോവാം. ഇപ്പൊ അത് കാണിച്ചത് ധൂപപീഠം ശരിക്കും ഈ വാഗ്ദാന പേടകത്തിന്റെ മുമ്പിലാണ്. ആ തിരശീലയ്ക്ക് മുമ്പിൽ, വാഗ്ദാന പേടകത്തിന്റെ നേരെ മുമ്പിലാണ് ഈ ധൂപപീഠം വെച്ചിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ വാഗ്ദാന പേടകം കാണിച്ചത്. ഇതൊന്നും തീർന്നിട്ട് നമുക്ക് അടുത്ത സ്ട്രക്ചറിലേക്ക് പോവാം. ഇങ്ങനെ കുന്തിരിക്ക എപ്പോഴും അതിന് മുമ്പിൽ പുകഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇതിന് പുറകിൽ തിരശീലയുണ്ട്, അത് മറന്നു പോരുത്. തിരശീലയുണ്ട്. ഇനി ഇതിന്റെ കൊമ്പുകളിലും പുരോഹിതൻ രക്തം തളിക്കും. രക്തം തളിക്കുന്ന, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, രക്തം തളിക്കുന്നത് വിശുദ്ധീകരിക്കാനാണ്. രക്തം കൂടാതെ പാപമോചനമില്ല. രക്തം തളിക്കുന്ന വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനിയും അകത്ത് ഈ സമാഗമ കൂടാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ തിരശീല കഴിഞ്ഞ് അകത്തേക്ക് ദേ കണ്ടോളുക. ഇതാണ് വാഗ്ദാന പേടകം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്ന എന്താണ്? കെരൂബുകൾ, മാലാഖമാർ. ഇത് ഞാൻ വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്. അതിന് താഴെയുള്ള ആ സ്ഥലം അതെന്താണ്? ആ സ്ലാബ്, മാലാഖമാർ ഇങ്ങനെ നിൽക്കുന്ന ആ സ്ലാബ്, അതിനൊരു പേര് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് അതിന്റെ പേര്? കൃപാസനം. കൃപാസനം. ഈ പിക്ചറിലേക്ക് നോക്ക്. 2 മാലാഖമാർ കാണാൻ പറ്റുന്നുണ്ടോ? അത് മാലാഖമാരാണ്. മാലാഖമാര് കുനിഞ്ഞു നിൽക്കുകയാണ്, ചിറക് കൊണ്ട് മുഖം മറച്ചു നിൽക്കുകയാണ്. ആ മാലാഖമാർ 2 പേർ നിൽക്കുന്ന ആ സ്ഥലത്ത് ആ മാലാഖമാരെ നിർത്തിയിരിക്കുന്നത് ഒരു സ്ലാബിന്റെ മേളിലാണ്. സ്വർണം പൊതിഞ്ഞ ഒരു സ്ലാബ്, അതിന്റെ പേരാണ് കൃപാസനം. ഇവിടാണ് കർത്താവ് ഇറങ്ങി വരുന്നത്. ഈ വാഗ്ദാന പേടകത്തിലെ കൃപാസനത്തിന്റെ മീതെ, കൃപാസനത്തിൽ, അവിടാണ് ദൈവം ഇറങ്ങി വരുന്നത്. ഇനി അതിന് താഴെ ഒരു പൈപ്പ് പോലെ സാധനം കെട്ടിയിട്ടിരിക്കുന്ന കണ്ടോ? അത് ചുമക്കാനുള്ള ആ വളയത്തിനകത്തൂടെ ആ കമ്പ് കെട്ടിയിട്ടിരിക്കുകയാണ്. സ്വർണം പൊതിഞ്ഞതാണ് എല്ലാം. ഇതിന് താഴെ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയുടെ മൂടിയാണ് സത്യത്തിൽ കൃപാസനം. ഇതാണ് കൃപാസനം. ഇതതിൻ്റെ അരികു പാളി, ചുമന്നുകൊണ്ട് പോകാനുള്ള കമ്പ്, കെരൂബുകൾ. ഇതിനകത്ത് ഈ വാഗ്ദാന പേടകത്തിന് ഇപ്പൊ ഒരു പെട്ടിയാണ് കണ്ടത്. അതിനകത്ത് എന്തൊക്കെയാണ്? കൽഫലകങ്ങൾ, അഹറോന്റെ തളിർത്ത വടി, മന്ന, ഇത്രയും അതിനകത്ത് നിക്ഷേപിച്ചിരിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് സമാഗമ കൂടാരം മനസ്സിലായി. ഞാൻ പറഞ്ഞുകൊള്ളുക, ഞാൻ ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയും. അപ്പം നമ്മളത് റിവൈൻഡ് ചെയ്യും, എല്ലാ കാര്യങ്ങളും വ്യക്തമാവും. ചോദ്യം, ഈ ടോട്ടൽ സ്ട്രക്ചറിന്റെ നീളം, ഇങ്ങനെ ഉത്തരം പറയരുത്, ഉറക്കെ പറയണം. 150 അടി. വീതി 75 അടി. ഉയരം എത്ര വാതിലുകൾ? ഒരു വാതിൽ. വാതിലിന്റെ പ്രത്യേകത, ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും കയറാം. പൂട്ടിയിട്ടില്ല, പക്ഷെ അടച്ചിട്ടിരിക്കുകയാണ്. പൂട്ടിയിട്ടില്ല, ഏത് സമയത്തും കയറാം. ഈശോ പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരില്ല. ഞാനാണ് വാതിൽ. നിനക്ക് ചാടിക്കയറാന്ന് വിചാരിക്കരുത്, ഇഴഞ്ഞു കയറാന്ന് വിചാരിക്കരുത്. വാതിലിലൂടെ കയറണം. ഞാനാണ് വാതിൽ. ഇനി അങ്ങനെ നമ്മൾ ഈ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചാൽ അവിടെ ആദ്യം കാണുന്നത് ബലിപീഠം. ബലിപീഠം തറയോട് ചേർത്ത് വെച്ചിരിക്കുന്നോ? അല്പം ഉയർത്തി വെച്ചിരിക്കുന്നു. എന്താണ് അതിന്റെ ഉദ്ദേശം? തീ കത്തിക്കാൻ. ബലിപീഠത്തോട് ചേർന്ന് കോരികകൾ, പാത്രങ്ങൾ, ഉപകരണങ്ങൾ, ചാരം വാരാനുള്ളത് എല്ലാം നിങ്ങൾ കണ്ടു. ബലിപീഠത്തിലേക്ക് കയറാൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ ബലിയർപ്പിക്കുന്ന വിധം പറഞ്ഞു. ബലിപീഠത്തിനകത്തേക്ക് ഒരു സാധനം ഇറക്കി വെച്ചിട്ടുണ്ട്, ഒരു അഴി. അതിനകത്ത് അടിയിൽ നിന്ന് തീ കൂട്ടിയിരിക്കുന്നു. ബലിപീഠത്തിലെ ആദ്യത്തെ അഗ്നി കത്തിച്ചത് ആരാണ്? ദൈവമാണ്. സമാഗമ കൂടാരത്തിന്റെ പ്രതിഷ്ഠയുടെ അന്ന് ദൈവമാണ് ആദ്യത്തെ തീ കത്തിച്ചത്. ഒരിക്കലും ഈ തീ കെട്ടുപോകാൻ പാടില്ലെന്ന് നിയമം ഉണ്ടായിരുന്നു. ബലിപീഠം കഴിഞ്ഞാൽ അടുത്ത് കാണുന്ന ഉപകരണം ശാലിനിയോ? ക്ഷാളനപാത്രം. ബലിപീഠം കഴിഞ്ഞാൽ അടുത്ത് കാണുന്ന ഉപകരണമാണ് ക്ഷാളനപാത്രം. ക്ഷാളനപാത്രം ഉണ്ടാക്കിയത് സ്ത്രീകളുടെ ഓട്ട് കണ്ണാടി ഉപയോഗിച്ച്. ക്ഷാളനപാത്രം അതെന്തിനായിരുന്നു? വെള്ളം കുടിക്കാൻ അല്ല. പുരോഹിതന്മാർ ബലിയർപ്പിക്കാനോ ഏതെങ്കിലും ആത്മീയ ശുശ്രൂഷയ്ക്കോ അകത്ത് കയറുമ്പോൾ അവർക്ക് മുഖം കഴുകാൻ അല്ല, പിന്നെ കൈയും കാലും കഴുകാൻ. അങ്ങനെ കഴുകിയില്ലെങ്കിൽ അവർ മരിച്ചു പോവും. ക്ഷാളനപാത്രവും കഴിഞ്ഞ് പിന്നീട് കാണുന്നത് ടാബർനക്കിൾ, സമാഗമ കൂടാരം, ശരിക്കുള്ള സമാഗമ കൂടാരം. അതിന് മീതെ എത്ര തുണികൾ വിരിച്ചിട്ടുണ്ട്? 4 തുണികൾ. ഇനി അതിന് തിരശീലയുണ്ട്. ആ തിരശീല കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് സ്ഥലം? അശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലം. ആ വിശുദ്ധ സ്ഥലത്തിന്റെ നീളം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അതിന്റെ ആ ടോട്ടൽ സ്ട്രക്ചറിന്റെ സമാഗമ കൂടാരത്തിന്റെ നീളം ആണോ? 45 അടി. വീതി 15 അടി. ഉയരം 15 അടി. 15 അടി. വിശുദ്ധ സ്ഥലം, തിരശ്ശീലയിട്ട് വേർതിരിച്ചിരിക്കുന്ന വിശുദ്ധ സ്ഥലം. ആ വിശുദ്ധ സ്ഥലത്ത് എത്ര സാധനങ്ങൾ കാണാം? എത്ര? 3. ഇടതുവശത്ത് 7 കാലുള്ള വിളക്ക്. വലതുവശത്ത് തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശ. നടുക്ക് ധൂപപീഠം. ആരാണ് ഈ വിളക്ക് കത്തിക്കുന്നത്? എപ്പോൾ? രാവിലെയും വൈകിട്ടും. ഈ വിളക്ക് എപ്പോഴും കത്തി നിൽക്കുന്നു, ശ്രദ്ധിക്കുന്നു. ആരാണ് ഈ ധൂപം പുകയ്ക്കുന്നത്? എപ്പോൾ? രാവിലെയും വൈകിട്ടും. ആരാണ്? എത്ര അപ്പമുണ്ട് തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശയിൽ? 12 അപ്പം. ആരാണ് ഇത് ഒരുക്കി വെച്ചത്? പുരോഹിതൻ. എപ്പോൾ? സാബത്ത് ദിവസം. ആ കർമ്മം നിർവഹിക്കുമ്പോൾ പുരോഹിതൻ ബ്രഹ്മചര്യം പാലിക്കണം ആ ദിവസങ്ങളിൽ. ഇപ്പൊ 3 സാധനങ്ങളായി. ഇനി അതിനപ്പുറത്ത് വലിയ കട്ടിയുള്ളൊരു തിരശീല. 15 അടി നീളം, 15 അടി വീതി, 15 അടി ഉയരം. അതിന്റെ പേരെന്താണ്? അതിവിശുദ്ധ സ്ഥലം. ആ അതിവിശുദ്ധ സ്ഥലത്ത് ആർക്ക് മാത്രം പ്രവേശനം? പ്രധാന പുരോഹിതന്. എന്ന്? വർഷത്തിലൊരിക്കൽ. ആ ദിനത്തിന്റെ പേര് പാപപരിഹാര ദിനം, ഡേ ഓഫ് അറ്റോൺമെന്റ്, യോം കിപ്പൂർ. എന്താണത്? പാപപരിഹാര ദിനം. കാളക്കിടാവിന്റെ രക്തവുമായി
കോലാട്ടിൻകുട്ടിയുടെ രക്തവുമായി പ്രധാന പുരോഹിതൻ പാപപരിഹാരത്തിനകത്ത് പ്രവേശിക്കുന്ന ദിവസം അവിടെ നമ്മൾ എന്ത് കാണുന്നു? അവിടെയുള്ള സ്ട്രക്ചർ എന്താണത്? അതിന്റെ പേരെന്താണ്? അകത്തുള്ള ആ സ്ട്രക്ചറിന്റെ പേരെന്താണ്? വാഗ്ദാന പേടകം. വാഗ്ദാന പേടകം. വാഗ്ദാന പേടകത്തിന് 2 ഭാഗമുണ്ട്. ആദ്യം അതൊരു പെട്ടിയാണ്. ആ പെട്ടിക്കകത്ത് 3 സാധനങ്ങൾ: അഹരോന്റെ തളിർത്ത വടി, മന്ന, കൽപ്പനകൾ രേഖപ്പെടുത്തിയ കൽഫലകങ്ങൾ, അതിന് മീതെയുള്ള മൂടി, അടപ്പ്, സ്ലാബ്. അതിന്റെ പേര് കൃപാസനം. കൃപാസനത്തിന്റെ 2 അറ്റത്തും കെരൂബുകൾ എങ്ങനെ നിൽക്കുന്നു? മുഖാഭിമുഖം, കുനിഞ്ഞ് ചിറക് കൊണ്ട് മുഖം മൂടി. അതിനിടയ്ക്ക് കാണുന്ന സ്ഥലത്ത് അതാണ് കൃപാസനം. ആ കൃപാസനത്തിലാണ് ദൈവം ഇറങ്ങി വരുന്നത്. ഇത്രയും പിടി കിട്ടിയോ? ഒന്ന് കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. അയ്യോ, ഇത്രയും മനസ്സിലായി, ഇത്രയും മനസ്സിലായി. ഇനി ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മക്കളെ, ഇനി ശ്രദ്ധിക്കുക. പുറത്തെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പുറത്തെ പ്രാകാരത്തിന് യഹൂദന്മാർ വിളിച്ചിരുന്ന പേര് വഴി. വിശുദ്ധ സ്ഥലത്തിന് യഹൂദന്മാർ വിളിച്ചിരുന്ന പേര് സത്യം. അതിവിശുദ്ധ സ്ഥലത്തിന് യഹൂദന്മാർ വിളിച്ചിരുന്ന പേര് ജീവൻ. ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഉറക്കെ പറ ഹല്ലേലൂയാ. ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് വരില്ല. ഈ സമാഗമ കൂടാരം കർത്താവാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ സമാഗമ കൂടാരത്തിന്റെ വാതിൽ, ആ വാതിലിലൂടെ ആർക്കും പ്രവേശിക്കാം. ആ വാതിൽ എപ്പോഴും ആർക്ക് വേണ്ടിയും തുറന്നിട്ടിരിക്കുന്ന വാതിലാണ്. ആ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കാം. അങ്ങനെ അകത്ത് പ്രവേശിക്കുന്ന ആ വ്യക്തി ആദ്യമായി ചെയ്യേണ്ടത് അയാൾ ബലിയർപ്പിക്കണം. ഇനി എന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. പൗലോസ് ലീഗ റോമാലേഖനം 12-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇതിനൊരു ആത്മീയ വിശദീകരണം കൊടുക്കുന്നുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: എൻ്റെ സഹോദരന്മാരെ, ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. എന്നെ ശ്രദ്ധിക്കുക. അതായത് ദൈവബന്ധത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് അയാൾ ഈ ബലിപീഠത്തിന്റെ അടുത്ത് എത്തിയേ പറ്റൂ. അയാളുടെ ജീവിതത്തിൽ ഒരു ബലി നടന്നേ പറ്റൂ. അയാൾ ബലി കൊടുത്തേ പറ്റൂ. നമ്മുടെ ജീവിതമാണ് ഈ സമാഗമ കൂടാരമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബലി നടക്കണം. പൗലോസ് ശ്ലീഹ പറയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ സജീവമായ ഒരു ബലിയായി സമർപ്പിക്കണം. ഇതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഈശോയാണ് ഈ സമാഗമ കൂടാരമെങ്കിൽ ഈ ബലിപീഠം എന്ന് പറയുന്നത് യേശുവിൻ്റെ കുരിശാണ്. യേശുവിൻ്റെ കുരിശാണ് ഈ ബലിപീഠം. ഈ കുരിശിൽ യേശു തൻ്റെ ശരീരം അർപ്പിച്ചു. യേശു ശരീരം അർപ്പിച്ചിട്ട് അടുത്ത് കാണുന്നത് ക്ഷാളനപാത്രം. ഈ ക്ഷാളനപാത്രം യേശു ക്രിസ്തുവിൻ്റെ രക്തം. അവന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മരിക്കും. യേശുവിൻ്റെ ബലി, ആ ബലിയിലൂടെ ഒഴുകപ്പെട്ട ക്ഷാളനപാത്രത്തിൽ നിറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ രക്തം, ഇത് പുറത്തെ പ്രാകാരത്ത് നടക്കുന്ന കാര്യമാണ്. യേശുവിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തി യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി യേശു ക്രിസ്തു തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഈ ബലിപീഠത്തിൽ കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിച്ച് ആ വിശ്വാസം വഴി ഉണ്ടാകുന്ന നീതീകരണം വഴി അവൻ യേശുവിൻ്റെ രക്തത്താൽ തൻ്റെ പാപങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ അവൻ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ യോഗ്യത കിട്ടുന്നു. അവൻ പുരോഹിതനായി മാറുന്നു. പത്രോസ് ശ്ലീഹ പറയാണ്, നിങ്ങൾ രാജകീയ പുരോഹിത ഗണം, വിശുദ്ധ ജനം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത്
പുരോഹിതനായിട്ട് മാറുന്നത് എപ്പോഴാണെന്നറിയാമോ? യേശുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ദൈവജനം പുരോഹിത ജനമായി മാറുന്നത്. അപ്പൊ നമ്മൾ പുരോഹിതരായി നമുക്കകത്ത് കയറാം. സാധാരണക്കാരനകത്ത് കയറാൻ പറ്റില്ല. യേശുക്രിസ്തുവിന്റെ കുരിശിലെ ബലി അംഗീകരിച്ചവന്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവന് ഈ തിരശീല മാറ്റി അകത്തേക്ക് കയറാം. അങ്ങനെ അകത്തേക്ക് കയറുമ്പോ ഈ ദീപപീഠം യേശുവാണെന്ന് വെളിപാട് പുസ്തകം പറയുന്നു. ഈ കുന്തിരിക്കം എന്ന് പറയുന്ന ഹെബ്രായ ലേഖനം പറയുന്നു, അവൻ ജീവിച്ചിരുന്ന കാലത്ത് അവൻ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ യാചനകളും നേർച്ചകളും പ്രാർത്ഥനകളും എപ്പോഴും ഈ കുന്തിരിക്കം പോലെ സമർപ്പിച്ചു കൊണ്ടിരുന്നു. അതുപോലെ അവൻ തന്റെ ശരീരത്തെ പുറത്തെ ബലിപീഠത്തിൽ അർപ്പിച്ചിട്ട് ആ ശരീരത്തെ അവൻ നമുക്ക് തിരുസാന്നിധ്യ അപ്പമാക്കി മാറ്റി തന്നു. അത് മൂന്നുമാണ് അകത്തുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് യേശു പുറത്തെ ബലിപീഠത്തിൽ തന്റെ ശരീരം അർപ്പിച്ച് തന്റെ രക്തം ക്ഷാളനപാത്രത്തിൽ ഒഴിച്ച് അവൻ എന്ത് ചെയ്തു? തന്റെ ശരീരം അപ്പമാക്കി ഈ ടേബിളെ വെച്ചു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ ജീവിച്ചിരുന്ന കാലത്ത് പിതാവിന്റെ സന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന നിർത്തിയോ? ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവൻ മഹത്വത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു, പിതാവിന്റെ വലതുഭാഗത്തിരുന്നു. റോമാലേഖനം 8-ാം അധ്യായം 32-ാം തിരുവചനം, ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉയർപ്പിക്കപ്പെട്ടവനും പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു. അതാണ് ഈ കുന്തിരിക്കം, അതാണ് ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഇവിടെ ഇരിക്കുമ്പോഴും, നീ കിടക്കുമ്പോഴും, നീ ഭക്ഷിക്കുമ്പോഴും, നീ ഉറങ്ങുമ്പോഴും, നീ തളരുമ്പോഴും, നീ തകരുമ്പോഴും ദൈവപിതാവിന്റെ സന്നിധിയിൽ ഈ കുന്തിരിക്കം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പേരാണ് യേശുക്രിസ്തു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അവൻ ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ വിളക്കെന്നറിയാമോ? ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിന്റെ അർത്ഥം, പിതാവേ, ഞാൻ ഈ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി എന്നെ തന്നെ ബലിയർപ്പിച്ചു, അതുകൊണ്ട് അവരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണ് ഈ വിളക്ക്. 7 കാലുള്ള വിളക്ക്, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പക്ഷപാതം, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ നിലവിളി. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവാണ് വിശുദ്ധ സ്ഥലം. ഇനി വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന തിരശീല, ആ തിരശീല കീറി. എന്ന് കീറി? യേശു മരിച്ചപ്പോ അത് കീറി. അത് കീറിയിട്ട് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിലുള്ള അതിർത്തി അവൻ ഇല്ലാതാക്കി. ആ വേർതിരിവ് ഇല്ലാതാക്കിയിട്ട് പറഞ്ഞു. ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, 10, 11, 12 അധ്യായങ്ങളിലൊക്കെ വായിക്കും, നമുക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് അവന്റെ രക്തം മൂലം പ്രവേശിക്കാൻ മനോധൈര്യമുണ്ട്. ഈ വിശുദ്ധ സ്ഥലത്തേക്ക് കയറിയവന് യേശുക്രിസ്തുവിന്റെ രക്തം മൂലം, അതാണ് പ്രധാന പുരോഹിതൻ കാളക്കിടാവിന്റെ രക്തവുമായിട്ട് അകത്ത് കയറുന്നത് പോലെ, നമ്മൾ ഈ ബേസിനിൽ നിന്ന് യേശുവിന്റെ രക്തവും എടുത്ത് യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ വിശുദ്ധ സ്ഥലത്ത് നിന്ന് അകത്തോട്ട് കയറാൻ നമുക്ക് അവൻ ഈ തിരശീല മുറിച്ച് തന്നു. ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അവിടെ അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ സഭയാകുന്ന ഈ കൂടാരത്തിന്റെ ഏറ്റവും ഹൃദയഭാഗത്ത്, സഭയാണ് ഈ കൂടാരം, ഈ സഭയാകുന്ന കൂടാരത്തിന്റെ ഹൃദയഭാഗത്ത് അഹരോന്റെ തളിർത്ത വടി, അതിന്റെ പേരാണ് പൗരോഹിത്യം. പൗരോഹിത്യാധിഷ്ഠിതമായ സഭ, മാർപ്പാപ്പ, മെത്രാൻ, അച്ഛന്മാർ, ഡീക്കന്മാർ, ശുശ്രൂഷകർ, പൗരോഹിത്യാധിഷ്ഠിതമായ സഭ, അതാണ് അഹരോന്റെ തളിർത്ത വടി. അത് അതിവിശുദ്ധ സ്ഥലത്ത് സഭയുടെ ഹൃദയം എന്ന് പറയുന്നത് പൗരോഹിത്യം, പരിശുദ്ധ ബലി, പരിശുദ്ധ കുർബാന. സഭ എന്ന് പറയുന്നത് ദൈവം സ്ഥാപിച്ച വാഗ്ദാന പേടകം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അഹരോന്റെ തളിർത്ത വടി, മന്നായാണ് പരിശുദ്ധ കുർബാന. കൂദാശകൾ, സഭയിലൂടെ നമുക്ക് കർത്താവിന്റെ ആത്മാവ് നമ്മിലേക്ക് നിറഞ്ഞൊഴുകുന്ന വിശുദ്ധ കൂദാശകൾ. അതുപോലെ നിയമം എഴുതിയ കൽഫലകങ്ങൾ, ദൈവത്തിന്റെ വചനം, ബൈബിൾ, കൂദാശകൾ, പൗരോഹിത്യം. പ്രിയപ്പെട്ട മക്കളെ, ഇത് മൂന്നും ചേരുന്നെടുത്ത് എന്നെ ശ്രദ്ധിക്കണം. ബൈബിളും പൗരോഹിത്യവും കൂദാശകളും ചേരുന്ന സ്ഥലത്ത് പരിശുദ്ധനായവൻ ഇറങ്ങി വരും, വേറെ വരില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പൗരോഹിത്യവും കൂദാശകളും ദൈവവചനവും സമ്മേളിക്കുന്നിടത്ത് പരിശുദ്ധനായവൻ ഇറങ്ങി വരും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് സഭ വിട്ടു പോകരുതെന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ?
സഭയുടെ അംഗങ്ങളായിട്ടിരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ദൈവം സ്ഥാപിച്ചൊരു സംവിധാനമുണ്ട്. 40 രാവും 40 പകലും കർത്താവിൻ്റെ മലമുകളിലായിരുന്ന മോശ, ആ മോശയ്ക്കാണ് ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഇത് ദൈവമേ ഇത് മനസ്സിലാക്കാൻ പറ്റൂ? ഇത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവം എല്ലാം വ്യക്തമായിട്ട് കണ്ടു. എന്നിട്ടൊരു പാവപ്പെട്ട മനുഷ്യന് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഉണ്ടാക്കണം. അന്ന് മോശയ്ക്ക് അറിയാമോ ഇതെല്ലാം ഇതാന്ന്? ഒന്നും അറിയാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒടുവിൽ സമാഗമ കൂടാരം ഇല്ലാതായി. അത് ദേവാലയമായിട്ട് മാറി. ദേവാലയം തകർക്കപ്പെട്ടു കഴിഞ്ഞപ്പോ കർത്താവ് സഭയെ സ്ഥാപിച്ചു. തിരുസഭ ഉണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വശത്ത് ഇത് ക്രിസ്തുവാണ്, ഒരു വശത്ത് ഇത് സഭയാണ്. ഇത്ര മനസ്സിലായോ? ഈ സമാഗമ കൂടാരം ഒരു വശത്ത് ക്രിസ്തുവാണ്, ഒരു വശത്ത് ഇത് സഭയാണ്. ഒത്തിരി വിശദീകരിക്കാനുണ്ട്. ഞാൻ അതിൻ്റെ ഏറ്റവും റൂഡിമെന്ററി ഫോം മാത്രമാണ് പറയുന്നത്. ഇനി നിങ്ങൾ ഈ വഴിക്ക് അന്വേഷിച്ച് പോയാൽ മുത്തും പവിഴങ്ങളും വജ്രങ്ങളും കിട്ടും. കുഞ്ഞു കാര്യങ്ങളിൽ ഭയങ്കര ആശയം കിട്ടും. ഇനി നിങ്ങൾ ഇതിൽ നിന്ന് ഓരോ കാര്യം, ബലിപീഠം എടുത്ത് പരിശോധിക്കണം. ഓരോന്ന് പരിശോധിക്കുമ്പോഴാണ് അതിനകത്ത് നിന്ന് നമുക്ക് മുത്തുകൾ കിട്ടാൻ പോകുന്നത്. ഇപ്പം ഇതിൻ്റെ സ്ട്രക്ചർ മാത്രമേ പറയാൻ നമുക്ക് പറ്റൂ, അതിനുള്ള അവസരമേ നമുക്കുള്ളൂ. എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക പ്രിയപ്പെട്ട മക്കളെ. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തി എന്തെന്നറിയാമോ? ഇതാണ് ഈ വഴി, സത്യം, ജീവൻ. എന്നെ മുറിക്കകത്ത് ഞാൻ എന്നൊക്കെ കാണിച്ചെന്ന് എനിക്ക് പോലും അറിയില്ല. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ, അതായത് ദൈവമേ ഇതായിരുന്നല്ലേ ഇതിൻ്റെ അർത്ഥം. വഴി, സത്യം, ജീവൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുകൊണ്ട് ഈശോ പറയാണ്, മക്കളെ ഞാനാണ് സമാഗമ കൂടാരം. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരില്ല. യേശു ഏകരക്ഷകൻ എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അവിടെ. യേശുവിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തോ ഒരു വലിയൊരു കാര്യത്തിലേക്കായി വരുന്നത്. യേശുവിൽ എന്തെല്ലാം ഉണ്ട്. നമുക്ക് ഇനിയും ഒരു ജീവിതം മുഴുവൻ അൺപാക്ക് ചെയ്താലും, ജീവിതം മുഴുവൻ നമ്മൾ അഴിച്ചഴിച്ച് പരിശോധിച്ചാലും മനസ്സിലാകാത്ത എത്രയോ നിഗൂഢമായ രഹസ്യങ്ങളുടെ കലവറയാണ് ഈശോ. ഇനി ഈ പരിശുദ്ധ കുർബാന, ഈ അപ്പം എടുത്ത് ഇങ്ങനെ ഉയർത്തി പുരോഹിതം പിടിക്കുമ്പോ, ദൈവമേ വിശദീകരിക്കാൻ പറ്റാത്ത എത്രയോ മഹാരഹസ്യങ്ങളുടെ ഒരാകത്തുകയാണ് ഈ അപ്പം. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വാഗ്ദാന പേടകത്തിൽ, ഈ സമാഗമ കൂടാരത്തിൽ ആദ്യം ബലിപീഠം. ആ ബലിപീഠത്തിൽ ഈശോ ബലിയർപ്പിച്ചു. അവന്റെ രക്തം നമ്മുടെ ശുദ്ധീകരണത്തിനായി വെച്ചു. അത് കഴിയുമ്പോൾ അവന്റെ രക്തത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടാൽ, അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടവരെ പത്രോസ്ലിഹ വിളിക്കുന്നവർ രാജകീയ പുരോഹിത ഗണമാണ്. അതുകൊണ്ട് നമുക്ക് അകത്ത് കയറാം. അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ ദീപപീഠമുണ്ട്. അവിടെ ദീപം 7 കാലുള്ള വിളക്ക് കത്തി നിൽക്കുന്നു. യേശുവിൻ്റെ ബലിയുടെ നിരന്തര ഓർമ്മപ്പെടുത്തൽ. പിതാവേ, ഞാൻ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി എന്നെ തന്നെ ബലിയർപ്പിച്ചു എന്ന ഓർമ്മപ്പെടുത്തൽ. അവന്റെ മധ്യസ്ഥം, അവൻ നമുക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിൻ്റെ കുന്തിരിക്കം, അതിൻ്റെ പുക, ആ ധൂപം. ഈശോയുടെ ശരീരരക്തങ്ങളാകുന്ന, അവന്റെ മാംസരക്തങ്ങളാകുന്ന അപ്പവും വീഞ്ഞും, തിരുസാന്നിധ്യ അപ്പം. ഇനി അത് കഴിഞ്ഞ് വലിയൊരു തിരശീല. ആ തിരശീല കീറാൻ പറ്റില്ല. അത് മുകളറ്റം മുതൽ താഴറ്റം വരെ കീറി. താഴെ നല്ല കീറിയത് കേട്ടോ, മേളീന്നാ കീറിയത്. അതിൻ്റെ അർത്ഥം മനുഷ്യരല്ല കീറിയത്, ദൈവമാണ് കീറിയത്. അത് കീറിയിട്ട് ദൈവം ആ തിരശീല അങ്ങ് കീറിയിട്ട് പറഞ്ഞു, അകത്തോട്ട് വരാം. ചുമ്മാ വരാൻ പാടില്ല, വെറുതെ വരാൻ പാടില്ല. കാളക്കിടാവിന്റെ രക്തവും കൊണ്ട് വന്നാൽ നിനക്കകത്ത് പ്രവേശിക്കാം. അകത്തേക്ക് പ്രവേശിച്ച് അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവബന്ധത്തിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ ക്രിസ്തു നമുക്കൊരു വഴി തുറന്നിട്ടു. ഇതാണ് ഹെബ്രായ ലേഖനം. ഇനി വായിച്ചാൽ നല്ലപോലെ മനസ്സിലാവും. ഇത് മനസ്സിൽ കിടന്നാൽ ഇനി ഇത് വായിക്കുമ്പോൾ അവന്റെ രക്തം മൂലം അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. വ്യാഖ്യാനം വേണോ? ആരെങ്കിലും പറഞ്ഞു തരണോ? ഇനി വേണ്ട, നമുക്ക് പിടികിട്ടി. നന്നായിട്ട് പ്രാർത്ഥിച്ച് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളുടെ ഹൃദയം ജ്വലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ നീ എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി പ്രാപിക്കാൻ
നിനക്ക് എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹം ഉണ്ടാവണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. ശ്രാപികളെ കണ്ടേ ഛായ നിൻ മുമ്പിൽ ബാറക്കുമോ കുറിയേ ലൈസോ പരിശുദ്ധൻ നീ പരിശുദ്ധൻ ഹല്ലേലൂയ പരിശുദ്ധൻ നീ ദൈവസുതാ ബാറക്കുമോ കുറിയേ ലൈസോ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയിലെ ഈശോയെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ആരാധിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ആലയത്തിൽ ഇന്ന് നാം ദൈവത്തിൻ്റെ വചനം കേട്ടു, കർത്താവിനെ നാം ഓർത്തു, ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ധ്യാനിച്ചു. ഇപ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ, വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ, കർത്താവിനെ സ്തോത്രവും ആരാധനയും മഹത്വവും പാടി മഹത്വപ്പെടുത്തി ആരാധിക്കാൻ, ദൈവത്തിന് നന്ദി പറയാൻ ദൈവം നമുക്ക് ഇപ്പോൾ അവസരം തന്ന് നമ്മെ മാടി വിളിക്കുകയാണ്. കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. നിസ്സഹായമായൊരു കുഞ്ഞിൻ്റെ ശരീരഭാഷയാണത്. എൻ്റെ ജീവിതം പൂർണ്ണമായി ദൈവമേ നിൻ്റെ കരങ്ങളിൽ മാത്രമാണ് സുരക്ഷിതമായിരിക്കുന്നത് എന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. ദൈവം നൽകിയ എല്ലാ ദാനങ്ങളെയും ഓർക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ വഴി നടത്തിയ അനുഭവങ്ങൾ ഓർക്കാം. കർത്താവ് നയിച്ച വഴികൾ ഓർക്കാം. അമ്മ മക്കളെ എന്ന പോലെ കൈകളിലെടുത്ത് കൊണ്ടു നടന്നത് ഓർത്തുകൊണ്ട് ഈ നിമിഷം എല്ലാ ഹൃദയങ്ങളും ദൈവത്തോടുള്ള നന്ദി കൊണ്ട് നിറഞ്ഞ്, പ്രിയ മക്കളെ, എല്ലാം മറന്ന് ആരെയും ശ്രദ്ധിക്കാതെ അതിനെ തുറന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ആരാധന 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 നന്ദി ആരാധന സ്തുതി ആരാധന ഹല്ലേലൂയ 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 നന്ദി ആരാധന സ്തുതി ആരാധന 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 ഹല്ലേലൂയ 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 സത്യ വിളിക്കട്ടെ ഈശോയെ, സത്യ വിളിക്കുന്നു ഈശോയെ.
കരങ്ങളടിച്ച്. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. 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 ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ 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 ആരാധിക്കുന്നു. കരങ്ങളടിച്ച് എല്ലാം മറന്ന് പാടി ആരാധിക്കണം. ആരെയും ശ്രദ്ധിക്കരുത്. ശരീരത്തെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കും. സജീവ ബലിയായി ശരീരത്തെ സമർപ്പിക്കും. ശരീരം കൊണ്ട് ഇന്നോളം ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിച്ചു. ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഓർത്ത് മാപ്പ് ചോദിച്ചു. ശരീരത്തെ സജീവമായി ഒരു ബലിയായി സമർപ്പിക്കാൻ കൃപ യാചിച്ചുകൊണ്ട് കർത്താവേ, കരങ്ങളടിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ ഈ ബലിപീഠത്തിൽ സമർപ്പിക്കുകയാണ്. നന്നായിട്ട് കരങ്ങളടിച്ച് ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കണം. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. 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 Fire anointing, your mighty anointing. ഓ അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തിയെ ആലയത്തിൽ ഇറങ്ങി വരണമേ. എല്ലാ മക്കളിലും ഇറങ്ങി, അൾത്താരയിൽ നിന്ന് ഇറങ്ങി വലിയ ശക്തിയായി ഹൃദയങ്ങളിൽ കത്തി ജ്വലിക്കണമേ, വന്ന് നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മക്കളെ എല്ലാം മറന്ന് ആരാധിക്കണം, എല്ലാം മറന്ന് പ്രാർത്ഥിക്കണം, ആരെയും ശ്രദ്ധിക്കരുത്, എല്ലാം മറന്ന് പ്രാർത്ഥിക്കണം. ഓ ദൈവമേ, ഓ ദൈവമേ, ഓ ദൈവമേ, ദൈവത്തിന്റെ പരിശുദ്ധനെ, ഓ പരിശുദ്ധനെ, 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 പരിശുദ്ധനെ. ചോദ്യം വിളിക്കട്ടെ ഈശോയെ. കരങ്ങളടിച്ച് ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. മറന്ന് ആരാധിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമക്കളെ, പരിസരം മറക്കണം, കണ്ണുകൾ അടയ്ക്കണം, ഹൃദയത്തെ ഏകാഗ്രമാക്കണം. ശരീരത്തെ സമർപ്പിച്ചവർ, മനസ്സിനെ സമർപ്പിച്ചവർ ആത്മാവിലെത്തും, ആത്മാവിന്റെ ലോകത്തെത്തും. കൃപാസനത്തിൽ ദൈവം ഇറങ്ങി നിൽപ്പുണ്ട്. നീ എത്തിയാൽ മതി. ഈ തിരശീല കയറി നീ അകത്തേക്ക് കയറിയാൽ ദൈവം അവിടെയുണ്ട്. ദൈവം ഇറങ്ങി നിൽപ്പുണ്ട്. പ്രിയമക്കളെ, അഭിഷേകം ചോദിക്ക്. സഹിക്കാൻ അഭിഷേകം, തോൽക്കാൻ അഭിഷേകം, താഴാൻ അഭിഷേകം, കുരിശിൽ തറയ്ക്കപ്പെടാൻ അഭിഷേകം, എളിമപ്പെടാൻ അഭിഷേകം, എളിയ പ്രവൃത്തികൾ ചെയ്യാൻ അഭിഷേകം, അഹങ്കാരമില്ലാതാവാൻ അഭിഷേകം, അസൂയ മാറാൻ അഭിഷേകം, കോപമില്ലാതാവാൻ അഭിഷേകം, ശാന്തത കിട്ടാൻ അഭിഷേകം. കർത്താവേ, കർത്താവേ, ആത്മാവ് ഇറങ്ങി വരണമേ. ശക്തിയോടെ നന്നായിട്ട് കരങ്ങളടിച്ച് പൊന്നലരിയിൽ നല്ല കിന്നരമിട്ട് ബാബിലോണിൽ കണ്ണുനീരിൽ ആരാധിച്ചപ്പോ, പൊന്നലരിയിൽ നല്ല കിന്നരമിട്ട് ബാബിലോണിൽ കണ്ണുനീരിൽ ആരാധിച്ചപ്പോ, പണ്ടുമീറിയ തപ്പുതാളത്താൽ ആരാധിച്ചപ്പോൾ ഞങ്ങൾ ആരാധിക്കുന്നു. പണ്ടുമീറിയ തപ്പുതാളത്താൽ ആരാധിച്ചപ്പോൾ ഞങ്ങൾ ആരാധിക്കുന്നു. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. വിളിക്കട്ടെ ഈശോയെ. ഭൂതങ്ങളുടെ രാജാവേ, സർവശക്തനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ ഞങ്ങളുടെ പിതാവേ, ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കും മക്കളെ.
എല്ലാം മറന്ന് പ്രാർത്ഥിക്ക്, എല്ലാം മറന്ന് പ്രാർത്ഥിക്ക്. നീ ഇറങ്ങി വരണമേ, നീ ജനത്തെ തൊടണമേ, നീ ദേശത്തെ വീണ്ടെടുക്കണമേ. കർത്താവേ, കർത്താവേ, നിങ്ങളുടെ കണ്ണുനീരിൽ നീ ഇറങ്ങി വരണമേ. ഓ അത്ഭുതങ്ങളുടെ രാജാവേ, ഈ ജനത്തിന്റെ ക്ലേശങ്ങളിൽ ഇറങ്ങി വരണമേ. മഹത്വത്തിന്റെ ദൈവമേ, സർവാധിപനേ, സർവശക്ത, അത്യുന്നതനായ ദൈവമേ, ഓ അത്ഭുതങ്ങളുടെ രാജാവേ, രാജാധിരാജ, ഈശോയേ, 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 ഈശോയേ. ഹല്ലേലൂയ. പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കും മക്കള്, ചങ്ക് പൊട്ടി വിളിക്ക്. ഇറങ്ങി നടക്കണമേ, ഇറങ്ങി നടക്കണമേ, ഈ ആലയത്തിലങ്ങ് ഇറങ്ങി നടക്കണമേ. ശക്തിയോടെ സ്തുതിക്കട്ടെ, മടുക്കാതെ പ്രാർത്ഥിച്ചോണ്ട് മക്കളെ. എല്ലാ മക്കളും പ്രാർത്ഥിച്ചു. അതിവിശുദ്ധ സ്ഥലം, ദൈവം ഇറങ്ങി വരുന്ന സ്ഥലം, കൃപാസനം, മഹത്വത്തിന്റെ ഇരിപ്പിടം, സമാഗമ കൂടാരത്തിൽ ഇറങ്ങി വന്നവനെ, ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, എല്ലാ മക്കളും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ കൃപകൾക്കായി ദാഹിക്കുക, പുതിയ കൃപാവരങ്ങൾക്കായി ചോദിച്ച് പ്രാർത്ഥിക്കുക, ദാഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇറങ്ങി നിൽപ്പുണ്ട് മക്കള്, കർത്താവ് ഇറങ്ങി നടക്കുന്നുണ്ട്. എല്ലാ മക്കളും പ്രാർത്ഥിച്ചു. അത്ഭുതങ്ങൾ ചെയ്യണം കർത്താവേ, രോഗക്കിടക്കുകൾ മാറ്റിവിരിക്കണം കർത്താവേ, രോഗബന്ധനങ്ങൾ അഴിയണം കർത്താവേ, കടബാധ്യതയിൽ ഇറങ്ങി ഇടപെടണം കർത്താവേ, നിങ്ങളുടെ കണ്ണുനീരിൽ ഇറങ്ങി വരണം കർത്താവേ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആരാധന അങ്ങേക്കാരാധന, 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 ആരാധന അങ്ങേക്കാരാധന. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ
ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. എല്ലാ മക്കളും ഈശോയുടെ മുമ്പിൽ മുട്ടുമേ നിൽക്കുക. പ്രിയമക്കളെ, എല്ലാവരും പ്രാർത്ഥിക്കണം. ആരും അശ്രദ്ധരാവരുത്. ഈശോ സത്യമായും ഇറങ്ങി നിൽപ്പുണ്ട്. ഇപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവ് ഇറങ്ങി വരുമ്പോൾ വലിയ കാര്യങ്ങൾ നടക്കും. എല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്ക്, എന്നെ പൊതിഞ്ഞു പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കും. തിന്മ കാണാതെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, നിന്റെ ഹൃദയത്തിൽ എന്നെ ചേർത്ത് വെക്കണേ എന്ന് പ്രാർത്ഥിക്കും. ആത്മാവിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ ക്രൂശിതനെ, ഉത്തിതനെ, മർത്യരെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണേ. തിന്മ കാണാതെ കാക്കണേ. ഈശോയെ, നിന്റെ ഹൃത്തിനുള്ളിൽ, ഈശോയെ, നിന്റെ മേലങ്കിക്കുള്ളിൽ എന്നെ പൊതിഞ്ഞു പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് വലിയൊരു ദൈവസ്നേഹം ഒഴുകി ഇറങ്ങട്ടെ. എല്ലാ ഹൃദയങ്ങളിലും ആത്മാവ് പ്രവേശിക്കട്ടെ. ശക്തമായ ദൈവാനുഭവം ഉണ്ടാവട്ടെ. ഏകാഗ്രമായിട്ട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. എല്ലാ മക്കളും പ്രാർത്ഥിക്കും. കരങ്ങൾ ഈശോയിലേക്ക് തുറന്നു പിടിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് കർത്താവിൽ നിന്ന് പ്രത്യേകമായ കൃപകളും വരങ്ങളും ദാനങ്ങളും ചോദിച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ വലിയൊരു അനുഗ്രഹം തരാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, ചേർത്തന്നെ പിടിക്കണേ. വലിയ സ്നേഹം ഇപ്പോൾ തരണമേ എന്ന് ആഗ്രഹിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നന്നായിട്ട് നീട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ വിളിക്കട്ടെ. ഈശോയെ, ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയെ, യേശുവേ, 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 ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ.